പ്രശ്നം പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് കോച്ചിങ് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് കോച്ചിങ്ങിന്റെ പ്രശ്നം പറഞ്ഞാൽ അല്ല, ഇന്റഗ്രേറ്റഡ് കോച്ചിങ് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ 12th കയറിയത്. അപ്പൊ 11th ബേസ് ഒട്ടുമില്ല. 11th ബേസ് അറിയാലോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 11th ഏറ്റവും ഇമ്പോർട്ടന്റ് ബയോളജിയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്, പക്ഷെ ബയോളജിയാണ് ബയോളജി ഭയങ്കര ഹെവിയാണ് 11th 12th കാട്ടി. അപ്പൊ ആ ഒരു ഇത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എനിക്ക് 12th എനിക്ക് മാർക്ക് 531 ആയിരുന്നു. 531 എനിക്ക് തമിഴ്നാട് കിട്ടിയുള്ളൂ, പ്രൈവറ്റ് ഒക്കെ. അപ്പൊ ഞാൻ പിന്നെ കയറിയില്ല. ഞാൻ പിന്നെ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്ത വർഷം ഭയങ്കര മാറ്റമായിരുന്നു. എന്റെ പഠിത്തത്തിന്റെ ആ ഒരു റുട്ടീനെ ഭയങ്കരമായിട്ട് മാറി. ഞാൻ ലൈക്ക് എന്റെ ഒരു ഇത് പറഞ്ഞാൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചില്ല. ഞാൻ ഒരു വർഷം ആ ഒരു ചെറിയ നോക്കിയ ഫോണാണ് ഉപയോഗിച്ചത് ഫോർ കോൾ പർപ്പസ്. ഞാൻ പിന്നെ ഓൺലൈനായിട്ട് ഞാൻ പഠിച്ചത് ആകെ ഒരു സാധനം. എനിക്ക് ഓൺലൈനിൽ ഞാൻ ഈ ഫിസിക്സ് വാല അങ്ങനെ തലക് പാണ്ഡേന്റെ വീഡിയോസ് ഉണ്ട്, നല്ല വീഡിയോസ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ കുറെ കണ്ടിരുന്നു. അത് ഞാൻ ഒരു ഹോസ്റ്റലല്ല, ഒരു പി ജിയിലാണ് താമസിച്ചത്. അപ്പം ഓരോ ഹോസ്റ്റലിൽ അടുത്തൊരു ചെറിയ റൂം, എനിക്ക് ഹോസ്റ്റലാണ് പക്ഷെ എനിക്ക് പി ജിയിൽ താമസിക്കാം, ഇടയ്ക്ക് പോയി കഴിച്ചാൽ മതി ഹോസ്റ്റൽ. അപ്പൊ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ താമസിച്ചത്. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഓൺലൈൻ വീഡിയോസ് ഒക്കെ കാണും. എന്നിട്ട് അത് കണ്ടിട്ട് പിന്നെ തിരിച്ച് ആ ഒരു എൻട്രൻസ് കോച്ചിങ് മാത്രമുള്ള ഇതായിട്ട് പോകും. പിന്നെ അവര് തന്നിരുന്ന എനിക്ക് ആക്ച്വലി എൻട്രൻസ് കോച്ചിങ് മാത്രം മതിയായിരുന്നു. ലൈക്ക് എന്താ ഒരു ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അത് മാത്രം ചെയ്താൽ എനിക്ക് ആക്ച്വലി കിട്ടും. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, പിന്നെ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഈ അലക്പാണ്ടേന്റെ വീഡിയോസ് ആണ്, നല്ല വീഡിയോസ് ആണ് യൂട്യൂബില്. അലക്പാണ്ട് മാത്രമല്ല, വേറെ കുറെ വീഡിയോസും നല്ലതായിട്ടുണ്ട്. ഞാൻ പിന്നെ പക്ഷെ അതൊക്കെ വീഡിയോസ് കാണുന്ന പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം മുതലേ കാണണം. ഇപ്പം MBBS ഞാൻ സെക്കൻഡ് ഇയർ കയറിയാലും ഫസ്റ്റ് ഇയർ പഠിച്ച മിസ്റ്റേക്ക് അതായിരുന്നു. ഫസ്റ്റ് ഇയർ എന്റെ മിസ്റ്റേക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നും നേരെ പഠിച്ചില്ലായിരുന്നു. ഫസ്റ്റ് ഇയർ നമ്മളിപ്പോ നീറ്റ് കഴിഞ്ഞ് വന്ന ആ ഒരു തകർത്ത ഒരു അവസ്ഥയിൽ നമ്മൾ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഫസ്റ്റ് ഇയർ ഭയങ്കര ടഫാണ്. ഫസ്റ്റ് ഇയർ അനാറ്റമി, ബയോകെമിസ്ട്രി, ഫിസിയോളജിയാണ്. അത് ആ മൂന്ന് സബ്ജക്ട് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് സെക്കൻഡ് ഇയറിലാണ് മനസ്സിലായത്. സെക്കൻഡ് ഇയറിലുള്ളത് പത്തോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി. പിന്നെ അതിന്റെ കൂടെ വേറെ കുറെ പോസ്റ്റിംഗ്സ് ഉണ്ട്. സെക്കൻഡ് ഇയർ നല്ല രസമാണ്. ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഒക്കെ വരും. നമ്മൾ ഓരോ പീഡിയാട്രിക്സ് പോകും. എന്റെ പീഡിയാട്രിക്സ് കഴിഞ്ഞ് ഈ ഡെർമറ്റോളജിയാണ്. ഇനി അടുത്തത് ഓർത്തോപീഡിക്സ്, ഡെന്റിസ്ട്രി എന്നൊരു സാധനം. എനിക്ക് എന്റെ കോളേജിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, ഡെന്റൽ കോളേജിൽ പോകണം, പക്ഷെ അതത്ര വലിയ. അപ്പം ആക്ച്വലി അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിന്റെ മിസ്റ്റേക്സ് ആണ് എനിക്ക് സെക്കൻഡ് ഇയറിൽ എനിക്ക് തിരുത്തി. സെക്കൻഡ് ഇയർ ഞാൻ കുറച്ചും കൂടെ സൂക്ഷിച്ചൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാൻ നോക്കി, കുറച്ചും കൂടെ. അപ്പൊ നിങ്ങൾ നീറ്റിന് ഇപ്പം റിപ്പീറ്റേഴ്സ് ആയതുകൊണ്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്ലാൻ ചെയ്ത് പഠിക്കുമ്പോഴേക്കും നമ്മളൊരു റൂട്ടീൻ വെക്കണം. റൂട്ടീൻ എന്നൊരു സാധനം വെക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് റൂട്ടീൻ വെക്കണമെങ്കിൽ നമ്മൾ നേരെ ഉറങ്ങണം, കറക്റ്റ് സമയത്ത് ഉറങ്ങണം. നമ്മളിപ്പോ ഞാൻ കറക്റ്റ് സമയത്ത് ഉറങ്ങണം പറഞ്ഞാൽ 12 മണിയായാലും 1 മണിയോ 2 മണിയായാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും ആ സമയമായിരിക്കണം. ഒരു വർഷം ആ ഒരു സമയമായിരിക്കണം എല്ലാ വർഷം. ആ ഒരു സമയം ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മൾ ആ ഒരു സമയത്ത് കിടന്നാൽ ആ സമയത്തേ കിടക്കുള്ളൂ. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വർഷം ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു വർഷം ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും എനിക്ക് എനിക്ക് ഞാൻ ലൈക്ക് എന്റെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി പോകുമ്പോണ്ടല്ലോ, അവിടെ ഇങ്ങനെ അറിയാലോ, എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഗേൾസിന് വലിയ എൻട്രൻസ് ആണ്, ബോയ്സിന് സൈഡിൽ കൂടെ എൻട്രൻസ് ആണ്. അപ്പൊ പക്ഷെ എനിക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പൊ സൈഡിൽ കൂടെ എൻട്രൻസിൽ കൂടെ കയറുമ്പോൾ ഒരു വേസ്റ്റിന്റെ ഒരു നാറ്റമുണ്ട്. അപ്പൊ വേസ്റ്റിന്റെ നാറ്റം എല്ലാ ദിവസവും എനിക്ക് അത് നാറി നാറി എനിക്ക് മടുത്ത് പറഞ്ഞാൽ എനിക്ക് പിന്നെ ആ വഴി കൂടെ പോകുമ്പോൾ എപ്പോഴും ആലോചിക്കും, "ഉഫ്, ഈ ജന്മത്തിന് ഞാൻ ഇവിടെ വരൂല." അപ്പൊ അങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് എനിക്ക് ഓരോ ദിവസം എനിക്ക് ഭയങ്കര ഒരു ഡ്രൈവ് വന്ന പഠിക്കാൻ. അപ്പൊ എനിക്ക് ഒരിക്കലും ഇനി പഠിക്കണ്ട, അങ്ങനെ വെറുത്തില്ല. പക്ഷെ അതേസമയം ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ മാറിയാൽ മതി. പക്ഷെ പഠിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് ഫിസിക്സിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ദിവസം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ എൻട്രൻസ് കോച്ചിങ്ങിൽ തന്നെ നമുക്ക് വൈകുന്നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും അവിടെ. അപ്പൊ വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു വൈറ്റ് ബോർഡ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വൈറ്റ് ബോർഡിൽ ഞാൻ ഒരു ദിവസം ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തു കളയുന്നുള്ളൂ, ഏതോ ഒരു ദിവസം. ആ ദിവസം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പം, പക്ഷെ ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്ക് ആ ഫുൾ ചാപ്റ്റർ തന്നെ റിവൈസ് ചെയ്യാൻ പറ്റി. നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ്, നമ്മൾ ആ ഒരു ഫോക്കസ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യം വാശിയോടെ നമ്മൾ തീർക്കണം എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി പറ്റും. അപ്പൊ നമ്മൾ അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, പക്ഷെ ആ ഒരു പേസ് ഇറങ്ങാൻ പോണത് ഭയങ്കര കുറയ്ക്കണം. എൻട്രൻസിന്റെ സമയം കോച്ചിങ്ങിന്റെ സമയം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണം ഭയങ്കര കുറയ്ക്കണം. നമ്മൾ മിനിമൽ ഇന്ററാക്ഷൻ ആയിരിക്കണം. നമ്മൾ ആകെ പക്ഷെ എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ സമയമില്ല. പക്ഷെ ഫ്രണ്ട്സ് തമ്മിൽ
സപ്പോർട്ടിന് ഭയങ്കര സമയം. എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളിങ്ങനെ മടുത്ത് പിന്നെ ചില സമയം അറിയാം മടുക്കും, പഠിച്ച് പഠിച്ച് മടുത്ത്, എക്സാം കഴിഞ്ഞ് മടുത്ത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇതിന് ഫോണിൽ കൂടെയാണ് സംസാരിക്കും, നമ്മൾ നേരിട്ട് കാണാനൊന്നും സമയമില്ല. പക്ഷെ ഫോണിൽ കൂടെ കുറെ ഞാൻ രണ്ട് മണിക്കൂർ വരെ സംസാരിക്കും ചിലപ്പോൾ. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ പറയും, ഇത് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിടാ, ഇങ്ങനെ എൻട്രൻസിന് പോകണം, എങ്ങനെയെങ്കിലും കോളേജിൽ കയറി സെറ്റ് ആവും. പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഫ്രണ്ട്സിനെ സപ്പോർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട് ആയിരിക്കണം നമ്മള്. പിന്നെ ചിലവർക്ക് അങ്ങനെ ഒന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ നിൽക്കും. പക്ഷെ എന്റെ ഒരു കാര്യത്തിന് ഞാൻ പക്ഷെ നമ്മൾ കഴിയുന്നത് കറങ്ങാൻ പോണത് വെളിയിൽ കറങ്ങാൻ പോണതൊക്കെ നമ്മൾ കുറയ്ക്കണം. പിന്നെ രണ്ടാമത് തന്നെ കഴിയുന്നതും ഈ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ ഭയങ്കര കുറയ്ക്കണം. ഞാൻ ആകെ ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ വന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോസ് കാണും, മറ്റേ യൂട്യൂബിലുള്ള നീറ്റിന്റെ വീഡിയോസ് കാണും. പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സും കാണും അത്യാവശ്യം. പ്രശ്നം പറഞ്ഞാൽ ഈ നെറ്റ്ഫ്ലിക്സ് ഭയങ്കര അഡിക്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വീട്ടിൽ വരുള്ളൂ. അപ്പൊ എനിക്ക് അപ്പോഴേ കാണാൻ സമയമുള്ളൂ. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ആ ഒരാഴ്ചയിൽ ഒരിക്കൽ നമ്മളൊരു ബ്രേക്ക് കൊടുക്കണം, നല്ലതാണ് നമുക്ക് തന്നെ. ഒന്ന് ജസ്റ്റ് വെളിയിലൊക്കെ ഇറങ്ങി നടക്കണം. പിന്നെ എന്റെ ഒരു വേറെ ഇത് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസം വെറുതെ പഠിക്കുക മാത്രമല്ല ചെയ്യണം. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഞാൻ ഒരു PG വരെയാണ് താമസിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ വെളിയിൽ തിരുവനന്തപുരം സിറ്റി ഫുൾ, പാളയം, കവടിയാർ എല്ലായിടത്തും ഞാൻ സൈക്കിളിൽ ഇങ്ങനെ ഓടിക്കും, ഒരു 1 hour മാത്രം. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന് പഠിക്കും. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഒരു എനർജി ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡിന്റെ എനർജി നമ്മൾ നല്ല കാര്യത്തിന് ചാനലൈസ് ചെയ്യണം. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിനെ ചാനലൈസ് ചെയ്യണം. നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് നമ്മുടെ മെന്റൽ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര കോറിലേറ്റഡ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് കുറച്ച് പോയാലും നമ്മുടെ മെന്റൽ എനർജി ഒക്കെ കുറച്ചൊന്ന് നല്ല കാര്യങ്ങളോട്ട് ചാനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര ഒരു മടുപ്പ് വരും നമുക്ക്. നമ്മളൊരു ഡിപ്രഷൻ, ഒരു ചുരുങ്ങിയ അവസ്ഥയിലാവും നമ്മൾ. എന്താ നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. അത് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ സൈക്കിൾ ഉപയോഗം തിരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്തെങ്കിലും ആക്ടിവിറ്റി, നിങ്ങളുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റി, ചില ബാഡ്മിന്റനോ ഫുട്ബോളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു റീജുവിനേറ്റ് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യണം. പിന്നെ വേറെ പറഞ്ഞാൽ ഈ നമ്മൾ എക്സാംസ് ഒക്കെ ഡെയിലി ഉണ്ടായിരുന്നു. ഡെയിലി പറഞ്ഞാൽ എന്റെ കോച്ചിങ്ങിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ പിന്നെ ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഒരു നീറ്റ് മോഡൽ ടൈപ്പ് എക്സാം ഉണ്ട്. 70 മാർക്സിന്റെ എക്സാം ഉണ്ട്. അപ്പൊ അത് നല്ലൊരു എക്സസൈസ് ആണ്. എല്ലാ ആഴ്ചയിലും ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാ 2 ആഴ്ച ഒരു മെയിൻ ഒരു നീറ്റ് മോഡലിന് ഒരു എക്സാം ഉണ്ട്. പക്ഷെ അതെല്ലാം സൺഡേസ് ആയിരുന്നു. അപ്പം സൺഡേസ് ആദ്യം എല്ലാ 2 ആഴ്ചയായിരുന്നു. പിന്നെ അവര് എല്ലാ ആഴ്ചയിലാക്കി. ആദ്യത്തെ ഒരു മാസം 2 ആഴ്ച, പക്ഷെ പിന്നെ എല്ലാ ആഴ്ചയിലാക്കി. ഇപ്പം നമുക്ക് സൺഡേ പോലും നമുക്കൊരു അവസ്ഥ പാടാണ്. അപ്പൊ സൺഡേ രാവിലെ ഞാൻ എക്സാം എഴുതി ഞാൻ വീട്ടിൽ ഓടും. അപ്പം നമ്മൾ എനിക്ക് പക്ഷെ ആദ്യം ഞാൻ ഭയങ്കര പാടായിരുന്നു സൺഡേ ഇങ്ങനെ രാവിലെ എണീച്ചോണ്ട് എക്സാം. പക്ഷെ പിന്നീട് നമുക്ക് സൺഡേ മാത്രമേ ഫ്രീ ഉള്ളൂ, സാറ്റർഡേ ക്ലാസ് ഉണ്ട്. അപ്പൊ സൺഡേ നമ്മൾ രാവിലെ എണീച്ച് റിവൈസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ എക്സാം കോൺസ്റ്റന്റ് എഴുതി നമ്മൾ പെട്ടെന്ന് എക്സാം എഴുതി തീർക്കും. ഞാൻ എക്സാം എഴുതി എനിക്ക് 1/2 മണിക്കൂർ എക്സ്ട്രാ സമയം ഉണ്ടായിരുന്നു എക്സാം എഴുതി തീർന്നു. അപ്പൊ നമ്മൾ ഡെയിലി എക്സാം എഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മളിങ്ങനെ നമുക്കിങ്ങനെ അത്രയ്ക്ക് നിങ്ങൾക്കൊരു ഒരു നീറ്റിന്റെ ഒരു OMR ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ തന്നെ എക്സാം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ അതിൽ തന്നെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അത് വരച്ച് ഇങ്ങനെ പബ്ലിക് സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ആഴ്ചയിലൊരിക്കൽ മതി, ആഴ്ചയിലൊരിക്കൽ. ബാക്കി പിന്നെ മെയിൻ ആയിട്ട് DPP ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് മതി. ഫിസിക്സിലാണെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ ഒരു 20 ക്വസ്റ്റ്യൻ, ബയോളജിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം. ബയോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബയോളജി നിങ്ങൾക്ക് 360 മാർക്ക് കിട്ടാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ബയോളജി നിങ്ങൾ ഭയങ്കര സ്പീഡിൽ തീർക്കണം. എന്റെ കോച്ചിങ്ങിൽ ഞാൻ മാത്രമാണ് ഫസ്റ്റ് ഫിസിക്സ് ചെയ്തത്. ഞാൻ ഫിസിക്സ് ചെയ്ത് കെമിസ്ട്രി ചെയ്ത് പിന്നെ ബയോളജി പോകും. ബിക്കോസ് എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബയോളജി ഞാൻ അവസാനം കൊണ്ടുവരും. ആദ്യമേ ഈ സാധനങ്ങളൊക്കെ തീർന്നു. ഫിസിക്സ് ഇഷ്ടമാണ്, പക്ഷെ ഫിസിക്സ് ഞാൻ ആദ്യമേ തീർത്ത് പെട്ടെന്ന് കെമിസ്ട്രിയിലോട്ട് പോകും. പെട്ടെന്നല്ല, ഒരു ഫിസിക്സ് എനിക്ക് തീർക്കാൻ നിങ്ങൾ ഇതനുസരിച്ച് ഇരിക്കും. നിങ്ങൾ ബയോളജി എത്ര സമയം എടുക്കും? ചിലർ ബയോളജി സ്പീഡ് ചെയ്യും. ഞാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ നമുക്ക് ടോപ്പിക്ക് നല്ല അറിയാമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും. ചെറുതായിട്ട് ചിലപ്പോൾ പഠിക്കാൻ എല്ലാം എന്തായാലും പഠിക്കാൻ ഒരു സമയം കിട്ടൂല. അപ്പൊ നമ്മൾ മാക്സിമം, പക്ഷേ നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡീവ് ആയിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ്. ക്ലാസ്സിൽ അറ്റൻഡീവ് ആയിട്ടുണ്ടല്ലോ, എനിക്ക് എല്ലാം പഠിച്ചില്ലെങ്കിലും ഞാൻ തലേ ദിവസം റിവൈസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ ടോപ്പിക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷെ എനിക്ക് കിട്ടും. പക്ഷെ അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ നമ്മളിങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ, നമ്മളിങ്ങനെ ഒരു മെമ്മറി നമുക്ക് ഫെച്ച് ചെയ്യാനുള്ള, റിട്രീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇങ്ങനെ എക്സാം എഴുതുന്നതിലൂടെ കിട്ടും. നമ്മൾ ഒരു വർഷം പഠിക്കുന്ന ഏകദേശം 2 വർഷം ടോപ്പിക് അല്ലേ, +1 +2, അതിന്റെ ടോപ്പിക് എല്ലാം ഒരു എക്സാമിൽ എഴുതുമ്പോൾ നമ്മുടെ മെമ്മറി റിട്രീവിംഗ് പവർ ഭയങ്കര കൂട്ടണം. മെമ്മറി റിട്രീവ് ചെയ്യാനുള്ള പവർ കൂട്ടണം. എന്നാലേ നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആ ഒരു ഹോളില്
ടെൻഷൻ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു പേടിയാണ്, അയ്യോ എന്തെങ്കിലും തെറ്റോ, പിന്നെ എങ്ങാനും ഓമാറിൽ അറിയാതെ ഒരു മിസ്റ്റേക്ക് വന്നാലോ, ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അപ്പൊ മിസ്റ്റേക്ക്. അപ്പൊ ആ ഒരു ടെൻഷനിൽ നമ്മുടെ പേസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിലേക്ക് എക്സാം അവസാനം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എക്സാം എഴുതുന്നതിലല്ല, എക്സാം എങ്ങനെ എഴുതണം എന്നാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എക്സാം എഴുതുന്നത് നിങ്ങൾ ആ ഒരു വർഷത്തെ ഇതാണ്. ഇനി എങ്ങനെ എഴുതുന്നത് നിങ്ങൾ ആ ഒരു വർഷം എങ്ങനെ പെർഫോം ചെയ്ത് എങ്ങനെ എത്ര എന്താ ഒരു പേസ് ഉണ്ടെന്ന് അതനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ എഴുതിയപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇച്ചിരി പെട്ടെന്ന് എഴുതി കഴിയും. ഫസ്റ്റ് അറ്റംപ്റ്റ് പെട്ടെന്ന് എഴുതി, വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷെ വെപ്രാളത്തിലൂടെ എനിക്ക് കുറെ ക്വസ്റ്റ്യൻ തെറ്റിയായിരുന്നു. നമ്മൾ വെപ്രാളം കാണിക്കാനും പാടില്ല. ഇപ്പം ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ എഴുതിയപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പം ഒരു ഫിസിക്സ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഫിസിക്സ് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫിസിക്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എനിക്കൊരു കുറച്ച് ഇച്ചിരി ടാസ്ക് ആണെന്ന് അറിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറും. ഇനി ഇതൊക്കെ ഞാൻ ഇപ്പം പറയണതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടിയുള്ള ഇതാണ്. പക്ഷെ ഇപ്പോഴേ കേട്ട് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും എങ്ങനെ ആയിരിക്കും എക്സാമിനെ പോകുമ്പോൾ. നിങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ചെയ്ത് ശീലിക്കും. ഇപ്പൊ ഞാൻ ഇപ്പം ഫിസിക്സിന് ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ 20 ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ ഫുൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അപ്പം തന്നെ വിടണം, എന്നിട്ട് അടുത്തേക്ക് പോകണം. നിങ്ങൾ ഒരിക്കലും സ്റ്റാഗ്നന്റ് ആയിക്കോട്ടെ ഒരു ക്വസ്റ്റ്യൻ. ബിക്കോസ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കുറെ ബ്രെയിൻ പവർ ഫെച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ആ അടുത്ത ക്വസ്റ്റ്യൻ വിട്ട് കളയണം. ആ ക്വസ്റ്റ്യൻ വിട്ട് കളഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പോകണം. എന്നിട്ട് തിരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു മാറിക്കൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ മറ്റേത് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കുറെ നേരം ആലോചിച്ച് നിങ്ങൾക്ക് അയ്യോ അറിഞ്ഞുകൂടാ, ഒരു ഭയങ്കര ഒരു ഫെയിലിയർ ആണെന്ന് തോന്നും. അയ്യോ ഇത് എന്താ എനിക്ക് ഓർമ്മിക്കാത്ത. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ നെഗറ്റീവ് അടിക്കാൻ നോക്കും. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ പോസിറ്റീവായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പോകണം. ബിക്കോസ് എന്തായാലും അവസാനം നിങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എന്തായാലും അവസാനം സമയം കിട്ടും. അപ്പൊ അങ്ങനെ വന്നിട്ട് അവസാനം പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ OMR പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസാനം എഴുതി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ബി, ഫിസിക്സ് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ എ, സെക്ഷൻ ബി, അങ്ങനെയല്ലേ ഫിസിക്സ് സെക്ഷൻ എ ബിയും ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ സെക്ഷൻ എയില് അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഒരു 4 കോളം ഉണ്ടല്ലോ, ഇങ്ങനെ പോകും. നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ പോകാൻ നേരത്തുണ്ടല്ലോ നിങ്ങൾ പേന എടുത്തോണ്ട് ഇങ്ങനെ പോലെ ഒരു തവണ എന്റെ OMR ഇങ്ങനെ വരച്ചു പോയി. അപ്പൊ അതും സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ഭയങ്കര പേനയിലൊക്കെ വരയ്ക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം. OMR എഴുതുമ്പോഴല്ലോ നിങ്ങളുടെ പേനയുടെ കയ്യിൽ അവിടെ ഇങ്ക് ആയാലും OMR ഒരു ഇത് പോയാൽ അപ്പം തന്നെ പോയി കേട്ടോ. ആ ഒരു പേനേന്റെ ഒരു ചെറിയ ഇങ്ക് നമ്മൾ മഷീൻ നമ്മുടെ ഫിംഗർ വഴി അറിയാം, നമ്മൾ എഴുതുമ്പോൾ ഇവിടെയൊക്കെ ആവൂലേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് OMR ചെയ്യുമ്പോൾ അതെന്തായാലും അത് മാർക്കാവും, അത് അപ്പൊ നമ്മുടെ ആൻസർ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പം അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ നമ്മൾ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അസേഷൻ കാണും, റീസൺ കാണും. അപ്പൊ ആ അസേഷൻ നമ്മൾ ആദ്യം രണ്ട് ആഴ്ച സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അസേഷൻ കറക്റ്റ് ആണെന്ന് നോക്കണം, എന്നാൽ അതിൽ ഇപ്പുറത്തൊരു ടിക്ക് എഴുതാം. റീസൺ കറക്റ്റ് ആണ് എന്നാൽ ഇപ്പുറത്തൊരു ടിക്ക് എഴുതാം. ഇത് രണ്ടും ടിക്ക് ആണെങ്കിൽ എന്തായാലും 2 ഓപ്ഷൻസ് ബാക്കിയുണ്ട്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ബട്ട് എ ബി ഇസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ. ബോത്ത് ആൻഡ് ബി ആർ കറക്റ്റ് ആൻഡ് ദ എക്സ്പ്ലനേഷൻ. നമ്മൾ നമ്മളിങ്ങനെ ആ ഓപ്ഷൻസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യണം. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസിലൂടെ ക്വസ്റ്റ്യനിലോട്ട് പോകണം. അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വരുമ്പം അറിയാം എങ്ങനെയായിരിക്കും ഓപ്ഷൻസ്. ഇപ്പം ഏകദേശം റിപ്പീറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാം അങ്ങനത്തെ. ഇപ്പൊ അതിന് നിങ്ങൾക്ക് ഇനി വേണ്ടത് ആ ആപ്റ്റിറ്റ്യൂഡ് ആണ്. നിങ്ങൾ ഈ എൻട്രൻസ് ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് അറിയുമ്പോൾ എൻട്രൻസ് ചെയ്യിപ്പിക്കുന്നത്? MBBS ഭയങ്കര പാടാണ്. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പൊ MBBS ഈ ഒരു സാധനം പഠിക്കാൻ ഉള്ളവർക്കും ആണ്. MBBSലോട്ട് ഇനി പോണെങ്കിൽ ആ ഒരു ഇത് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ നീറ്റ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആരെയും ഇങ്ങനെ കുറ്റം പറയാനല്ല, ആക്ച്വലി ഇതൊരു എലിമിനേഷൻ ആണ് നീറ്റ് എന്ന് പറഞ്ഞാൽ. ചെയ്യാത്തവർക്ക് വിട്ട് കളയണം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടുകളഞ്ഞു. എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ MBBS എന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ 11 പെട്ടെന്ന് മാറ്റി തീരുമാനമാണ്. 12 ക്ലാസ് ആയപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇതിലെങ്കിലും ഇതിൽ എനിക്ക് ഡിഗ്രി എടുക്കാനാണ് താല്പര്യം. പക്ഷെ പിന്നെ പെട്ടെന്ന് ഇതിലോട്ട് എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ ഇതിലോട്ട് പോയി. പിന്നെ അങ്ങനെ ഒരു അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ ലക്ഷങ്ങൾ ആൾക്കാരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യണം. അപ്പൊ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമ്മൾ അത്രയ്ക്ക് നമ്മൾ പ്രിസിഷൻ, അത് ഒരു വർഷത്തെ പ്രാക്ടീസ് ആണ്. ഒരു വർഷം നമ്മൾ ഒരു ഭയങ്കര ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വർഷം എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു വർഷം നമ്മളിങ്ങനെ നല്ല കട്ടൊക്കെ ഇരുന്ന് പഠിക്കണം. നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻസ്, എനിക്ക് ആക്ച്വലി ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ല. പക്ഷെ ഇടയ്ക്ക് 2-3 തവണ എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ എല്ലാ മാർക്കും 600 പോയിരുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്യാത്ത സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് സമയത്ത് ഞാനിങ്ങനെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ എന്റെ മാർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 240, 250 ആ റേഞ്ച് വരെയൊക്കെ പോകുമായിരുന്നു. ബിക്കോസ് അത് ഭയങ്കര ഒരു വിഷ്യസ് സൈക്കിൾ ആയിരുന്നു. പഠിക്കൂല, ഉഴപ്പും വിഷമവും, പഠിക്കൂല, ഉഴപ്പും വിഷമവും, പഠിക്കൂല, അങ്ങനെ അവരിപ്പം. പക്ഷെ മറ്റേത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ നല്ലൊരു പേസ്റ്റാണ് പോയത്. ഞാൻ ഇങ്ങനെ ഡൗട്ടൊക്കെ ആക്റ്റീവ്ലി ഞാൻ ചോദിക്കും. അപ്പൊ നമ്മളെ ഡൗട്ട് പിന്നെ നിങ്ങളിപ്പം ചിലവര് ചിലപ്പം ഓൺലൈനാണ് പഠിക്കണം.
ഞാനും എനിക്ക് ഓൺലൈൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓൺലൈൻ പഠിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നിലോട്ട് പോകല്ലേ. ഓൺലൈനിലെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ നെറ്റ്ഫ്ലിക്സും പലതിലൊക്കെ പോകും. അതിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ ആക്ച്വലി നമ്മളെ പിടിച്ചു വെച്ചാൽ നമുക്ക് പറ്റും. ഓൺലൈൻ എന്നൊരു സാധനം നമുക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആക്കാം. യൂസ്ഫുൾ ആണ്, അതേസമയം എന്താ അത് ഡേഞ്ചറുമാണ്. അപ്പം ഡേഞ്ചർ ആവാതിരിക്കാൻ അത് നമ്മുടെ കയ്യിലിരിക്കും. അതാണ് നമ്മളിപ്പം ഇത്രയും ലക്ഷങ്ങൾ ആൾക്കാർ എഴുതുന്ന എക്സാം നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതനുസരിച്ചുള്ള വർക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആകെ ഒരു പറയുമ്പോൾ ഒരു വർഷം കളഞ്ഞാൽ മതി. ഒരു വർഷം കളഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലൈഫ് സെറ്റ്. അപ്പൊ ഞാനിപ്പോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വന്ന് എനിക്ക് ആ ഒരു ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി എങ്ങനെ MBBS എഴുതണം, അതിനി അടുത്ത വലിയ ടാസ്ക്കാണ്, ഭയങ്കര വലിയ ടാസ്ക്കാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈഫ് നിങ്ങൾ വലിയ നേടിയെന്നല്ല, പക്ഷെ നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ മൂവ് ചെയ്യും. അടുത്ത ചാപ്റ്ററിലോട്ട് പോകാനാണ് നിങ്ങളുടെ ലൈഫിൽ ഈ നീറ്റ് നിങ്ങളുടെ സ്കൂളിംഗ്, ആ ഒരു ഹൈസ്കൂൾ എല്ലാം കഴിഞ്ഞ് മെട്രിക്കുലേഷൻ കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം, കോളേജ്. കോളേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കോളേജ് ഇങ്ങനെയാണെന്നൊക്കെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അപ്പൊ പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കും ആഗ്രഹമുണ്ട്, വീട് അടുത്തായതുകൊണ്ട് ഞാനും അങ്ങനെ. പക്ഷെ അവൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ പ്രശ്നം പറഞ്ഞാൽ അവൻ ഇടയ്ക്ക് വെച്ച് ഇച്ചിരി ഉഴപ്പിപ്പോയി. പ്രത്യേകിച്ചും ചിലപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കും, അങ്ങനത്തെ കാരണം അവൻ ഉഴപ്പിപ്പോയി. പക്ഷെ അത്ര ഉഴപ്പില്ല. അവന് തമിഴ്നാടാണ് കിട്ടിയത്. അപ്പൊ അവന്റെ അവസ്ഥ എനിക്ക് ആക്ച്വലി ഇപ്പം അറിയുമ്പോൾ ഭയങ്കര വീട്ടിലോട്ട് വരാൻ തമിഴ്നാടിന് വരണം. പിന്നെ ഗവൺമെന്റ് തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് തമിഴ്നാട് കിട്ടിയുള്ളൂ, രാമേശ്വരത്ത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എത്ര കുറച്ച് ഉഴപ്പിയാലും നിങ്ങൾ ആ ഉഴപ്പാതിരിക്കണം. കുറച്ച് ഉഴപ്പിയാൽ തന്നെ നിങ്ങൾ വീട്ടിന്റെ ദൂരമുള്ള സ്ഥലം കിട്ടും. ആക്ച്വലി വീട്ടിന്റെ ദൂരെ കിട്ടണ നല്ല പ്രശ്നമൊന്നുമില്ല, ചിലവർക്ക് നല്ല ഫ്രീഡം കിട്ടും വീടിന്റെ. അപ്പം പക്ഷെ എനിക്ക് കുറച്ച് വീടിനടുത്ത് നിൽക്കാനാണ് എനിക്കൊരു താല്പര്യം. എനിക്ക് വണ്ടി കിട്ടും ഓട്ടിക്കാൻ, അങ്ങനെയൊക്കെയാണ്. വീട്ടിന് വെളിയിൽ പോയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങളുണ്ട്, ഫുഡിന്റെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ. അല്ലെങ്കിൽ പക്ഷെ ആക്ച്വലി അങ്ങനെ ഒന്നുമില്ല. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിന്. എനിക്ക് ഇടയ്ക്ക് ആലോചിക്കും വീട്ടിന്റെ കുറച്ച് ദൂരെ കിട്ടിയത് നല്ലത്. പക്ഷെ ഓവറോൾ എന്റെ ഒരു ഇതിൽ എനിക്ക് വീടിന്റെ അടുത്ത് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അതാണ് എനിക്ക് ഭയങ്കര തൊട്ടടുത്ത് പറഞ്ഞാൽ എന്റെ സ്വന്തം വീട്ടിനെ കുറച്ച് ദൂരമാണ്. പക്ഷെ അപ്പൂപ്പനെ ചിലപ്പോൾ എനിക്ക് അപ്പൂപ്പന്റെ വീട്ടിൽ വരെ നിൽക്കാം. അപ്പൊ അങ്ങനത്തെ. പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾ MBBS കയറിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പം ഫസ്റ്റ് ഇയർ മാത്രം തിയറി ആയിരിക്കും. ഫസ്റ്റ് ഇയർ നിങ്ങൾ ഒരു തിയറി മാത്രം പഠിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ പ്രാക്ടിക്കൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തന്നെ കടാവറൊക്കെ കിട്ടും, നല്ല രസമാണ്. ഭയങ്കര ഛർദ്ദിക്കാനൊക്കെ വരും ആദ്യത്തെ ദിവസം. എനിക്ക് ആക്ച്വലി എന്റെ അടുത്ത് ടീച്ചർ ഇങ്ങനെ വഴക്ക് പറഞ്ഞു. ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഭയങ്കര ചില ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഇതാണ്. അപ്പം അവരിങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടും. പക്ഷെ ചില നല്ല ടീച്ചേഴ്സും ഉണ്ട്. അപ്പം ആ ടീച്ചേഴ്സൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് ഛർദ്ദിക്കാൻ വന്ന കടാവറിന്റെ ആ ഒരു ഫോർമിക് ആസിഡിന്റെ ഒരു ഫോർമാലിന്റെ ആ സ്മെല്ല്. അപ്പൊ ടീച്ചർ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ ഭയങ്കര ഇതായി പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു എക്സ്പോഷർ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല രസമാണ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, ബിക്കോസ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടും, പേഷ്യൻസ് ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് കിട്ടും, നല്ല രസമാണ്. നമുക്കിങ്ങനെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് കണ്ടെത്താൻ, നമ്മൾ ഒരു ഹിസ്റ്ററി ടേക്കിംഗ്, ജനറൽ എക്സാമിനേഷൻ, നല്ല രസമാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ചെയ്യണത് പറഞ്ഞാൽ ഞാൻ സാറ്റർഡേ രാത്രി ഒരു 9 മണി തൊട്ട് രാവിലെ ചിലപ്പോൾ 2 മണി, ചിലപ്പോൾ രാവിലെ 3 മണി വരെ ഒരു 5-6 മണിക്കൂർ ഞാൻ ഓർത്തോപെഡിക്സിന്റെ ഇവിടെ പോകും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഗുണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ക്ലിനിക്കൽ എക്സ്പോഷർ ആണ്. ക്ലിനിക്കൽ എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തിയറിനെ ഞാൻ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങും. സെക്കൻഡ് ഇയറിൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങും. ബിക്കോസ് തിയറി കഴിയുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ കഴിയുമ്പോൾ വെച്ചിട്ട് തളർന്നു പോകും. പിന്നെ ഞാൻ രാത്രിയും ചെറുതായിട്ട് ചിലപ്പോൾ ലേറ്റ് ആകും ഉറങ്ങാൻ. അപ്പം പക്ഷേ നമ്മൾ ക്ലാസ്സിൽ എനിക്ക് 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ അത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ആദ്യം കേൾക്കാൻ നോക്കും. പിന്നെ നമ്മുടെ ഒരു ബ്രെയിനിൽ ഒരു കാര്യം ഫോക്കസ് ഇച്ചിരി നമ്മൾ ഒരു ലെക്ചർ കേട്ടോണ്ടിരിക്കുന്ന ഇച്ചിരി പാടാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം കുറെ പേര് PPT ആണ് പഠിപ്പിക്കുന്നത്. PPT വൻ ബോറാണ്. PPT പറഞ്ഞാൽ അവർ ഇങ്ങനെ അടിച്ചടിച്ച് വരും. പക്ഷെ ചില ടീച്ചർമാർ ഇങ്ങനെ ബോർഡിൽ വരയ്ക്കും. അപ്പം ബോർഡിൽ പഠിപ്പിക്കുമ്പോൾ നല്ല രസമാണ്. നല്ല നല്ല ഇങ്ങനെ കുട്ടികളെ പോലെ പഠിപ്പിക്കും. പക്ഷെ നല്ല രസമാണ്. കോളേജിൽ പോയ ടീച്ചർ സ്റ്റുഡന്റ് അല്ല, അവർ ഫെസിലിറ്റേറ്റർ സ്റ്റുഡന്റ് ആണ്. കാരണം ആ ഒരു പഠിത്തത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്ത് തരത്തേ ഉള്ളൂ. നമ്മളാണ് പഠിക്കുന്നത്, തനിയെ പഠിക്കുന്നത്. MBBS പറഞ്ഞാൽ നമ്മൾ തനിയെ പഠിക്കുന്ന സബ്ജക്ട്, നമ്മൾ മോസ്റ്റ്ലി തനിയെ പഠിക്കുന്നതാണ്. അവരൊരു മെന്റർഷിപ്പ് ഈ പ്രൈവറ്റ് കോളേജിലാണ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആ ഒരു പഠിത്ത ഉഴപ്പിയുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ പോകേണ്ടി വരും. പ്രൈവറ്റ് കോളേജിൽ പോയ അവസ്ഥ അറിയാം, ഭയങ്കര ലൈക്ക് ഗേൾസും ബോയ്സും 2 ഹോസ്റ്റൽ. എനിക്ക് കുറച്ചുകൂടെ ഗേൾസ് ഹോസ്റ്റലാണ് കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ ഉള്ളത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കേൾക്കാം 5 മണി 6 മണിക്കകത്ത് കയറണം, ഈവനിങ് കയറണം, അല്ലെങ്കിൽ പാരന്റ്സിന്. ഈവൻ എന്റെ ഒരു ഫ്രണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇവിടെ തമിഴ്നാട്ടിലെ GMC വെല്ലൂർ ഉണ്ടല്ലോ, GMC വെല്ലൂർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വെല്ലൂർ. അവിടെയൊക്കെ ഈവൻ ഗവൺമെന്റിൽ വരെ അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, ടൈം റെസ്ട്രിക്ഷൻ. ചില ഗവൺമെന്റ് കോളേജുകളൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് എന്റെ മെഡിക്കൽ കോളേജിൽ വലിയ പ്രശ്നമില്ല. ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആ ഒരു റാഗിങ് നിർത്താൻ വേണ്ടി കുറച്ച് നാൾ ഒരു റെസ്ട്രിക്ഷൻ കാണും. പക്ഷെ പിന്നെ ഏത് സമയത്താണെങ്കിൽ കയറാം, ഏത് സമയത്താണെങ്കിൽ പുറത്തിറങ്ങാം. അപ്പൊ നല്ലൊരു രസമാണ്. പിന്നെ അതേസമയം അതിന് കുറെ കൂടെ ഉഴപ്പിപ്പോവും, കുറെ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ കാണും അതിന്റെ കൂടെ. പക്ഷെ അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞു തന്നത് പറഞ്ഞാൽ ഒരു കോളേജ് ലൈഫ് നിങ്ങൾക്ക് ആ ഒരു മാക്സിമം എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇപ്പത്തെ ആക്ച്വലി ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. നിങ്ങളിപ്പം ഈ കോളേജിൽ നിങ്ങൾ നല്ലൊരു ഗവൺമെന്റ് കോളേജ് എയിംസിലോ എവിടെയെങ്കിലും പഠിച്ച്
പഠിച്ച് കിട്ടണ ആ ഒരു നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് ഒരു നൊബിലിറ്റി, ആ ഒരു MBBS ഒരു നോബൽ പ്രൊഫഷനാണ്. പക്ഷെ MBBS ഏത് കോളേജിലാണ് പഠിക്കണം അതിനെക്കാട്ടി വലിയ ഇതാണ്. നമ്മൾ ഏത് കോളേജിന് പഠിച്ചത് അത് ഭയങ്കര ഇതാണ്. നമുക്കിപ്പം ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനൊക്കെ പഠിച്ചു കിട്ടിയാൽ നമുക്ക് ചില UK കോളേജസിലോ എവിടെയൊക്കെ നമുക്ക് ആക്ച്വലി കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ നല്ല ഇത് കിട്ടും, ചാൻസ് കിട്ടും കയറാൻ. എന്തായാലും അതിനുവേണ്ടി പ്രത്യേക എക്സാം എഴുതണം, പ്ലാബ് എക്സാം എഴുതണം, പിന്നെ US കയറണം USMLE എക്സാം എഴുതണം. അതൊക്കെ ആക്ച്വലി അത് പിന്നെ നിങ്ങൾ MBBS വരുമ്പോൾ തീരുമാനിക്കണം. അതൊക്കെ ഭയങ്കര ആദ്യമേ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം, USMLE പ്ലാബ് ഒക്കെ. അപ്പം പക്ഷെ അതൊക്കെ നമ്മൾ ഇനി MD ഒക്കെ പോകണമെങ്കിൽ അങ്ങനെയാണ്. അവരുടെ സിസ്റ്റം കുറച്ചുകൂടെ വ്യത്യാസം. ബ്രിട്ടീഷ് സിസ്റ്റം കുറച്ചും കൂടെ നമ്മുടെ MBBS പോലെയാണ്. പക്ഷെ അമേരിക്കൻ സിസ്റ്റം അങ്ങനെയല്ല. MBBS MD ഒക്കെ ഒരുമിച്ചാണ്. പിന്നെ ഒരു റെസിഡൻസി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എനിക്കും വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ബേസിക്കലി പറഞ്ഞത്, നിങ്ങൾ എവിടെ പഠിച്ച് നിങ്ങൾ നിങ്ങളിപ്പം ഇനി MBBS പഠിച്ച് ഡോക്ടർ ആവില്ലേ, ഇനി ഇതാണ് മെയിൻ. നിങ്ങൾ ഇനി കരിയർ ബിൽഡ് ചെയ്യണ ഏത് കോളേജിലാണ് നടക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ അതേസമയം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളിപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടിയാലും തകർത്തിനൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് പഠിക്കണം. ബിക്കോസ് ഞാൻ കേട്ടത് പറഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇനി PG കിട്ടണം. നീറ്റ് PG എഴുതി കഴിഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, അത് ഒരു 2/3 ആൾക്കാരും പ്രൈവറ്റ് കോളേജിന് പറഞ്ഞ ആൾക്കാരാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പിന്നെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ PG പറഞ്ഞ ആൾക്കാർ കുറവാണ്. പക്ഷെ അത് നല്ല പഠിക്കണം. ബിക്കോസ് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നവർക്ക് ഒരു വില മനസ്സിലാവും, പൈസേന്റെ വില മനസ്സിലാവും. അതുകൊണ്ട് MBBS സമയത്ത് മുഴുവൻ അവർ നല്ലോണം പഠിക്കും. എന്നിട്ട് അവർ PG എഴുതി, നീറ്റ് PG എഴുതിയിട്ട് മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അവിടെ ഇവിടുത്തെ PGയിൽ കയറും. PG കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. കുറച്ച് സീറ്റല്ലേ ഉള്ളൂ, ഓർത്തോ പീഡിയാട്രിക്സ് അങ്ങനെയൊക്കെ. അപ്പം PG ചെയ്തവരൊക്കെ ഭയങ്കര നല്ല പഠിക്കുന്ന സാർമാരാണ്. നമ്മളിപ്പം സെക്കൻഡ് ഇയർ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് PGs ആണ് കൂടുതലും. പ്രൊഫസേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ PGs ആണ് അസിസ്റ്റ് ചെയ്യണത്. അവരുടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ MBBS എത്രത്തോളം നല്ല പഠിച്ചെന്ന്. അപ്പൊ നിങ്ങൾക്ക് അതാണ്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, ഡിഫക്ട്സ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഞാൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കണേക്കാട്ടി വലുതാണ്. നിങ്ങൾ ആ ഒരു കോളേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു, എനിക്ക് അത് പറഞ്ഞുതരാൻ ഭയങ്കര, നിങ്ങളിപ്പോ ഒരു നീറ്റിന് ഭയങ്കര പറയിടാണോ, അയ്യോ ഒരു വർഷത്തിൽ ഒരു എക്സാം ആണ്, ഇനി പോയാൽ ഇനി അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ, എന്തെങ്കിലും പനി പിടിച്ചാൽ, വയറൊക്കെ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവസാനം ഉഴപ്പിപ്പോയാൽ. പക്ഷെ നമ്മൾ അതൊക്കെ ചെറുതായിട്ട് ലക്കുണ്ട്, ഒരു 5% ലക്കാണ്. പക്ഷെ 95% നമ്മുടെ വർക്കാണ് കേട്ടോ. ലക്ക് 5%. അപ്പൊ അത് അങ്ങനെയാണ്, എന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം അതനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എത്ര വർക്ക് ചെയ്യും അത്ര കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ നോക്കിയല്ല ഒരു വർഷം ഇങ്ങനെ ചാൻസ് കുറവാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്ത് പഠിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും. എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. ബയോളജി ഇഷ്ടമായിരുന്നു, പക്ഷെ ഫിസിക്സ് ഇഷ്ടമാണ്. പക്ഷെ ബയോളജിയാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു പഠിക്കാൻ കുറച്ചും കൂടെ രസമായിട്ട് തോന്നിയത്. ഫിസിക്സ് എനിക്ക് ആ ഒരു കാൽക്കുലേഷൻ ഒക്കെയാണ് ഇഷ്ടം. ഫിസിക്സ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് JEE ഒന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അത് എനിക്ക് നീറ്റ് ഫിസിക്സ് കുറച്ചും കൂടെ എളുപ്പമാണ്. നിങ്ങൾ ആക്ച്വലി ഭയങ്കര എളുപ്പമായി വരികയാണ് ഓരോ വർഷം. നിങ്ങൾ ഇനി ഇമ്പോർട്ടൻറ്റ് നോക്കണമെന്ന കോമ്പറ്റീഷൻ ഭയങ്കര കൂടും. എനിക്ക് ഭയങ്കര ഒരുമാതിരി ഇൻഫ്ലേഷൻ പോലെ റാങ്ക് കിട്ടണയൊക്കെ. 6 എന്റെ ഈ മാർക്ക് ഈ വർഷം ഒട്ടും കൊള്ളൂല. 675 ഈ വർഷം 2024 നീറ്റ്. നിങ്ങൾ ഇനി അടുത്ത വർഷം എന്റെ ഒരു അഭിപ്രായത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആക്കണമായിരിക്കും. പക്ഷെ എന്തായാലും നല്ല മാർക്കുള്ളവരൊക്കെ നല്ല റാങ്ക് ഉള്ളവർക്ക് കിട്ടുള്ളൂ. അവർക്ക് നല്ല മാർക്കിനെക്കാട്ടി റാങ്ക് ആണ് ഇമ്പോർട്ടന്റ്. മാർക്കും റാങ്ക് വേരി ചെയ്യാം. എക്സാം എങ്ങനെയായിരിക്കും, എളുപ്പമാണോ പാടാണോ. പക്ഷെ എക്സാം തീരെ എളുപ്പമാക്കി വെച്ചാലും പ്രശ്നം ഇതാണ്, നമ്മുടെ റാങ്കിങ് ഭയങ്കര, നമ്മള് ഇപ്പം കുറെ പേര് 700 വാങ്ങിക്കും. ഇനി അതിൽ നിന്ന് ചൂസ് ചെയ്യണമെങ്കിൽ ബയോളജി ആരാ ഫസ്റ്റ് നല്ല എഴുതി, ബയോളജി നല്ല എഴുതിയാക്ക് ബയോളജിക്ക് മാർക്കുള്ള ആള് പ്രിഫറൻസ് കൊടുക്കും. ഒരേ മാർക്കാണെങ്കിൽ ബയോളജിക്ക് ആണ് മാർക്ക് കൊടുക്കണമെങ്കിൽ. പിന്നെ അതെല്ലാം മാറിയെങ്കിൽ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, സീനിയേഴ്സിനാണ് കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കണം. റിപ്പീറ്റേഴ്സ് റീറിപ്പീറ്റേഴ്സ് ആണ് പ്രിഫറൻസ് കൊടുക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടെ സൂക്ഷിക്കണം. നിങ്ങൾ ആ ഒരു ഭയങ്കര പ്രിസൈസ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെ വിടാൻ പോലും പറ്റില്ല. ബിക്കോസ് അത്രയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ നീറ്റ് 2024 ഇച്ചിരി അറിയാമല്ലോ, നിങ്ങളുടെ ഭയങ്കര പ്രശ്നമാണ്. ഇച്ചിരി ഒരു ഇൻഫ്ലേഷൻ പോലെ ആയി നിങ്ങളുടെ റാങ്കും മാർക്കും ഒക്കെ. ഞാൻ എഴുതിയ സമയത്തും അങ്ങനെ അത്ര ഇല്ലായിരുന്നു. പക്ഷെ 2024 ഭയങ്കര ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്തു. അപ്പൊ നിങ്ങൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താലും ഉണ്ടല്ലോ, നിങ്ങൾ 1000-2000 റാങ്ക്സ് പിന്നിപ്പോവും. നിങ്ങൾ ആ ഒരു കുറച്ച് സീറ്റ്, നിങ്ങൾ ആ ഒരു ചിലപ്പോൾ 2-3 റാങ്ക് വ്യത്യാസമായിരിക്കും സീറ്റ്. നിങ്ങൾ ഭയങ്കര ട്രോമ ആയിരിക്കും. ആർക്കായാലും ഡിപ്രഷൻ വരും ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പോയാൽ.
ചിലപ്പം കുറച്ച് സീറ്റ് കൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് കോളേജിൽ പോകും, പ്രൈവറ്റ് മാത്രമേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം ഭയങ്കരമായിട്ടും കെയർഫുൾ ആയി നിങ്ങൾ പഠിച്ചാൽ കിട്ടാൻ പോണത് ഭയങ്കര വലിയ കാര്യമാണ്. നിങ്ങളുടെ ലൈഫാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അതേസമയം നിങ്ങൾ ഈ സമയത്ത് എൻജോയ് ചെയ്യാൻ വേണം. നിങ്ങൾ എൻജോയ് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയോ പഠിത്തം ഞാൻ ഇന്ന് നല്ല കിടിലായിട്ട് പഠിക്കാൻ പോകണം, അങ്ങനെയില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മതി. കൂടുതൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ചിരിച്ചു നടന്ന് പഠിച്ചാലും കുഴപ്പമില്ല. വൈകുന്നേരം ഒരു കുറച്ചു നേരം റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കേട്ടിരുന്നോണ്ടല്ലോ, പിന്നെ വൈകുന്നേരം വന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. ഞാൻ പറയാം, എനിക്ക് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ക്ലാസ്, കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു, ഇടയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക്. ആ സമയത്തൊക്കെ ഫുൾ കേട്ടിരുന്നു. ഞാൻ പിന്നെ വൈകുന്നേരം വന്നിട്ട് മാക്സിമം 2 മണിക്കൂർ, അത്രയും പോലും നിൽക്കൂല. ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ചെയ്യുന്നത്. പിന്നെ പഠിക്കുന്നത് ഓക്കെ തിയറി, പിന്നെ ചെറുതായിട്ട് ചെയ്യുമ്പോൾ അവസാനം വേറൊരു കാര്യം പറയാം. നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പേ അവസാനം നിങ്ങളുടെ നോട്ട്സ് ആണ് വലിയ കാര്യം. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കണം. ബിക്കോസ് ആ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം അതേ പറ്റുള്ളൂ നോക്കാം. ടെക്സ്റ്റോ ഞാൻ ബയോളജി ആക്ച്വലി ഞാൻ ബയോളജി സമയത്ത് ഞാൻ ബയോളജി നോട്ട്ബുക്കിലും എഴുതും. പക്ഷെ മിക്കതും ഞാൻ ടെക്സ്റ്റിന്റെ സൈഡിൽ വെച്ചിട്ട് കുഞ്ഞു 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 എക്സ്ട്രാ ആയിട്ട് ചെയ്തു. ഇപ്പം നമ്മുടെ എന്റെ ഒരു സാർ ഉണ്ടായിരുന്നു, ഒരു പ്രശാന്തനാണ് പേര്, പി എച്ച് സാർ. പി എച്ച് സാർ ആണെങ്കിൽ നമ്മൾ ഒരു ബയോളജി നല്ലോണം സൂപ്പർ ആയിട്ട് ടെക്സ്റ്റ് ബേസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. സാറിനാണെങ്കിൽ എൻ സി ആർ ടി ഫുൾ ലൈൻ ബൈ ലൈൻ അറിയാം. അപ്പം ആ സാർ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ സൈഡിൽ എന്തെങ്കിലും എക്സ്ട്രാ സാർ പഠിപ്പിക്കുന്നത് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നതിന് ഗുണം പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. നമ്മൾ എന്തിനാണ് നമ്മളിപ്പോ RDNA ടെക്നോളജി ഞാൻ പഠിച്ച്, RDNA ടെക്നോളജി എന്തിനൊക്കെ ഉപയോഗിക്കും, പിന്നെ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അത് പഠിക്കുമ്പോൾ ഭയങ്കര നല്ല ചാപ്റ്റർ ആണത്. പക്ഷെ ഭയങ്കര വാസ്റ്റ് ചാപ്റ്റർ. പക്ഷെ അത് നിങ്ങൾ ഓർഗനൈസ് സിസ്റ്റമാറ്റിക് ചെയ്ത് പഠിച്ച് സാർ പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കൊടുക്കും. എക്സ്ട്രാ പോയിന്റ്സ് കൊടുക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ ചിലതൊക്കെ എക്സ്ട്രാ വേണം. പിന്നെ ചിലതൊക്കെ എക്സ്ട്രാ കാണും എക്സാമിന് ഇൻ കേസ് എങ്ങനെ ചോദിച്ചാൽ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നല്ലത്. കൂടുതൽ എക്സ്ട്രാ പോകല്ലേ. കൂടുതൽ നിങ്ങൾ ഈ ചില ടെസ്റ്റ് സീരീസിലൊക്കെ ഭയങ്കര അലന്റെ ടെസ്റ്റ് സീരീസ് എന്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ ആകെ എന്റെ സെഫയറിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അലന്റെ ടെസ്റ്റ് സീരീസിലൊക്കെ കുറെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതിന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. അവൻ കഴിഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്റെ കൂടെ പഠിച്ച ഫസ്റ്റ് അറ്റംപ്റ്റിൽ എയിംസ് ബട്ടിൻഡയിൽ പോയി, പഞ്ചാബില്. അവൻ പറഞ്ഞ അലൻ ഇച്ചിരി നല്ലതല്ല, അതിനെക്കാട്ടി ആകാശമൊക്കെ കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങനെ പല ഇതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനും പറ്റത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അത്ര. ഏറ്റവും നല്ലത് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കി നിങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് എല്ലാ ദിവസവും ആ ക്വസ്റ്റ്യൻസ് ചെയ്യണം, കറക്റ്റ് പക്കയായിട്ട് ചെയ്ത് എല്ലാ ദിവസം നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് പറയുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് തീർക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്ത എടുക്കുള്ളൂ. സാർമാർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത എക്സ്ട്രയിലോട്ട് പോകുള്ളൂ. ഞാൻ കൂടുതൽ എക്സ്ട്രയിലൊന്നും പോയില്ല, ഞാൻ അങ്ങനത്തെ ഒതുങ്ങി തന്നെയായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ നല്ല മനസ്സിലാക്കിയിരുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾ വൈകുന്നേരം ഒന്ന് കുറച്ച് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മൊബൈൽ ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിൽ ചെയ്യണമെന്നത് കഴിയുന്നതും. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നു ആ ഒരു നീറ്റിന്റെ സമയത്ത്. ഭയങ്കര ഡിസ്ട്രാക്ടിങ് ആണല്ലോ റീൽസ് ഒക്കെ. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും ഉപയോഗിച്ചില്ല. പിന്നെ വേറെ ആകെ നെറ്റ്ഫ്ലിക്സ് മാത്രം ആഴ്ചയിൽ ഒരിക്കൽ കാണാം. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കുറയ്ക്കുമ്പോൾ ഭയങ്കര ഇമ്പാക്ട് ആണ്. നിങ്ങൾ വിചാരിക്കണ ഇമ്പാക്ട്. ഞാൻ ഈ നോക്കിയെന്ന് പറയുമ്പോൾ ചിലവരായിരിക്കും പഴഞ്ചൻ, ചിലവരായിരിക്കും ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത് ഒരു ഇതല്ല. പക്ഷേ അത് ആക്ച്വലി ശരിയാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും സാധനം ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ചാലേ നമ്മളത് ചെയ്യുള്ളൂ. അങ്ങനെയൊന്നും പറ്റുള്ളൂ. നമ്മളത് ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യണം. പക്ഷെ ഞാൻ ആ സമയത്ത് നീറ്റിന്റെ സമയത്ത് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഒരു വർഷമാണ് നമ്മൾ ആ ഒരു വർഷത്തിൽ എക്സ്പെരിമെന്റ് അല്ല ചെയ്യേണ്ടത്. ഒരു വർഷത്തിൽ ഞാൻ അത് മാറ്റി വെച്ചത്, അത് വിട്ട് കളഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്ന് നെറ്റ്ഫ്ലിക്സോ ഇൻസ്റ്റയൊക്കെ കാണും. അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾ ആ ഈ വർഷത്തെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിൽ മതി. നിങ്ങൾ ഈ ഒരു നല്ലൊരു മാർക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഒരു വേറൊരു ഇതാണ്. നിങ്ങൾ കോളേജ് കിട്ടുമ്പോൾ, കോളേജിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഹിപ്പോക്രറ്റിസ് ഓത്തൊക്കെ എടുക്കുമ്പോൾ, നമ്മൾ ആ ഒരു MBBS കയറുമ്പോൾ ഒരു വൈറ്റ് കോട്ട് സെറമണി ഒക്കെ നല്ല രസമാണ്. പിന്നീട് നല്ല ബോറാവും MBBS ഫസ്റ്റ്. അങ്ങനെ ബോറല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഭയങ്കര പാടാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഇയർ കൂടെ പഠിച്ച് സെക്കൻഡ് ഇയർ തൊട്ട് നല്ല രസമായിരിക്കും. ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഉണ്ട്, ഭയങ്കര രസമാണ് സെക്കൻഡ് ഇയർക്ക്. അപ്പം നിങ്ങൾ ആ ഒരു MBBSന്റെ ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് എന്റെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറത്തെ കാര്യമൊക്കെ. നല്ല മെഡിസിൻ, സർജറി, അതൊക്കെ പോസ്റ്റിങ്സ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ. പക്ഷെ നല്ല വഴക്ക് പറയാൻ സാറന്മാരൊക്കെ, പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കര ദേഷ്യക്കാരന്മാരാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞു കൊടുക്കണം അവർക്ക്. പക്ഷെ അതൊക്കെ പക്ഷെ അവർ പഠിപ്പിക്കുന്നതൊക്കെ ഓരോ ലെസൺസ് ഒക്കെ ഭയങ്കര. പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓരോ പേഷ്യന്റും ഓരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നമ്മൾ ഓരോ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് നമ്മളത് മനസ്സിലിങ്ങനെ ഒരിക്കലും മറക്കൂല. പ്രാക്ടിക്കലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര നമ്മളന്ന് ഓർത്ത് വെക്കണം. നിങ്ങൾ MBBS നിങ്ങൾ കയറുമ്പോൾ അവസ്ഥ നിങ്ങൾ ഓർത്ത് വെക്കണം. ആ ഒരു ഫസ്റ്റ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അനാറ്റമിയിൽ നിങ്ങളുടെ ബോഡീന്റെ ആഗ്രഹം. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോണത് നമ്മുടെ ബോഡിയിലെ നോർമലാണ്. സെക്കൻഡ് ഇയർ അബ്നോർമൽസ് ആണ് പഠിക്കണം. അബ്നോർമൽ പഠിക്കണമെങ്കിൽ നമ്മൾ നോർമൽ പഠിക്കണം. പക്ഷെ നോർമൽ കിടിലായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അബ്നോർമൽ പുഷ്പം പോലെ തീർക്കാം. അബ്നോർമാലിറ്റീസ് ആണ് കൂടുതൽ. നമ്മൾ ഫസ്റ്റ് ഇയർ അനാറ്റമി പഠിക്കുമ്പോൾ ഗ്രോസ് അനാറ്റമി ഉണ്ട്. നമ്മളിങ്ങനെ ബോഡിയിലെ സ്കെലിറ്റൻ, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ പഠിക്കും. ജോയിന്റ്സ് ഒക്കെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട്
ആക്ച്വലി മെഡിസിനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഫിസിയോളജിയാണ്. ഫിസിയോളജി പറഞ്ഞാൽ നിങ്ങളെ മറ്റേ നിങ്ങളുടെ ഒരു ഓരോ സിസ്റ്റംസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം വരും, പിന്നെ CNS വരും, പിന്നെ വേറെ സ്കെലിറ്റൽ മസിൽസ്, അങ്ങനത്തെ കുറെ കാര്യം നല്ല സിസ്റ്റംസ് ഒക്കെ, റീനൽ ഇതും, പിന്നെ GIT സിസ്റ്റം, അതൊക്കെ നല്ല രസമാണ് പഠിക്കാൻ. MBBS കുറച്ചും അഡ്വാൻസ് ആയി പഠിക്കാം. നിങ്ങൾ ആക്ച്വലി നിങ്ങളെ NCERT ഹ്യൂമൻ ഫിസിയോളജി ആണല്ലോ, സുവോളജിന്റെ സാധനം, അത് തന്നെയാണ് നിങ്ങൾ, അത് തന്നെ ആക്ച്വലി ഞാൻ MBBS ഫസ്റ്റ് ഇയർ നേരെ പഠിക്കാത്തതുകൊണ്ട് അതിന്റെ ഓർമ്മയിലൊക്കെയാണ് കുറെ എഴുതിയത്. പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ MBBS വരുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ പഠിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആക്ച്വലി NCERT ചിലപ്പോൾ നമ്മൾ ആൻസർ ചെയ്തപ്പോൾ NCERT ഓർമ്മയിലാണ് എഴുതിയത് നമ്മൾ ഞാൻ പറയും, ഫസ്റ്റ് ഇയർ എക്സാം ഒക്കെ ചിലതൊക്കെ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയർ അതൊക്കെ പഠിക്കും. പിന്നെ ബയോകെമിസ്ട്രി പറഞ്ഞാൽ ഫുൾ കെമിസ്ട്രിയാണ്. നമ്മൾ ആക്ച്വലി ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ നീറ്റിന് ഞാൻ കുറെ സബ്ജക്ട് ഇത് എന്തിനാ പഠിക്കണം ആലോചിക്കണം, ഭയങ്കര റിലവന്റ് ആയി. ബയോകെമിസ്ട്രിയിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ആലോചിക്കും ഇതൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ആ ബയോകെമിസ്ട്രിയിൽ അത്രയ്ക്ക് വരത്തില്ല, പക്ഷെ മറ്റേ ഈ ബയോകെമിസ്ട്രിയിൽ മറ്റേ പ്രോട്ടീന്റെ സ്ട്രക്ചർ ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്. അമിനോ ആസിഡ്സ് കുറെ പഠിക്കണം ഇങ്ങനെ. അമിനോ ആസിഡ്സ്, ഓരോ അമിനോ ആസിഡ്സിന്റെ പാത്ത്, ടൈറോസിൻ മെറ്റബോളിസം, സെറോട്ടോണിൻ ഉണ്ടാകുന്നത്, കൈല്യൂറിനിൻ പാത്ത്, അതൊക്കെ ഭയങ്കര, ആ ഒരു മെറ്റബോളിസം ഭയങ്കര, നിങ്ങൾ ആ ഒരു അന്ധകടാകത്തിൽ ഇങ്ങനെ മുതുക്കിയിരുന്ന് പഠിക്കും. അത്രയ്ക്ക് നിങ്ങൾ ആ ഒരു വലിയ ഫീൽഡാണ് മെഡിസിൻ. അപ്പൊ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ അത് പഠിക്കും. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പത്തോളജി പഠിക്കും. പത്തോളജി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഈ മറ്റേ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, ഹൗസ് MD. അതിലിങ്ങനെ നല്ലൊരു സീരീസ് ആണ്. അതിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും, നിങ്ങൾ ഇപ്പം കാണണ്ട, അടുത്ത ദിവസമാണ് അഡിക്റ്റ് ആവും. അത് നിങ്ങൾ അത് കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ആ ഒരു അയാൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെ ക്യാൻസർ ആണ്, ലിംഫോമയാണ്, ഗ്രാനുലം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര, നമ്മൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മെഡിസിൻ ഇങ്ങനെ പഠിക്കാൻ തോന്നും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് വെക്കണം. നിങ്ങൾ MBBS നീറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് MBBS വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടും. നല്ല രസമാണ്. ഇത്രയും മോട്ടിവേഷൻ ഉണ്ട്. ഇത്രയും മോട്ടിവേഷൻ പോരാ, നിങ്ങൾക്കിപ്പം ഇനി മനസ്സിലായി നിങ്ങളുടെ പേർപ്പസ് എന്താണ്. നിങ്ങൾ ഈ ഒരു അടുത്ത നീറ്റ് 2025 നിങ്ങൾ എഴുതി കിടിലമായിട്ട് എഴുതി കിട്ടണ ആ ഒരു സമയത്ത് ഒരു യുറേക്ക മൊമെന്റ് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തിരിക്കണം. നല്ല എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ വലിയ കൊമ്പത്താളൊന്നും ആയില്ല, പക്ഷെ ഞാൻ കോളേജിൽ കയറി. അത് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യേണ്ട സാധനമാണ്. നിങ്ങൾ കോളേജിൽ കയറുമ്പോൾ ഉണ്ടാവണ ഒരു ഫീൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാവും. ആ ഫ്രണ്ട്ഷിപ്സ് അവിടെ ഇവിടെ തകരും. ഫസ്റ്റ് ഇയർ കാണുന്ന ഫ്രണ്ട്ഷിപ്പിലല്ല സെക്കൻഡ് ഇയർ ആവണം. ഫസ്റ്റ് ഇയർ ചുമ്മാ ഇത് ഷോകള് കാണും അവിടെ ഇവിടെ, പിന്നെ പിണക്കങ്ങൾ, ഇതൊക്കെ കണക്കാണ്. പിന്നെ സെക്കൻഡ് ഇയർ കുറച്ചും കൂടെ നല്ല ഫ്രണ്ട്സ്. അവസാനം ഫൈനൽ ഇയർ ആകുമ്പോൾ ആകെ 2-3 പേരൊക്കെ നമ്മുടെ കൂടെ കാണുള്ളൂ. ചിലപ്പോൾ ഒരാളായിരിക്കും. എന്റെ ഹൗസ് സർജൻസ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളെ സൂക്ഷിക്കണം, വിഷങ്ങളാണ്, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല. പെണ്ണുങ്ങളിൽ ചില ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളൊക്കെ ആയിരിക്കും പ്രശ്നം നമ്മളിങ്ങനെ. അപ്പൊ അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇതാണ്. ആണുങ്ങളും പ്രശ്നമാണ്. ആണുങ്ങൾ കുടി, ഹോസ്റ്റലിലൊക്കെ ഭയങ്കര നല്ല നല്ല കുടികളൊക്കെയാണ്. അതൊക്കെ എന്റെ ഹോസ്റ്റലിലെ കാര്യമാണ്. എല്ലാ ഹോസ്റ്റലിലും അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു കോളേജ് വരുമ്പോൾ നമ്മൾ ഇത് ആലോചിക്കണം, ഇത്രയും അലമ്പുണ്ട്, ഇതുണ്ട്, നല്ല രസമാണ്. നമ്മൾ ഒരു വേറൊരു ഇതാണ്. നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങും, ഇങ്ങനെയെങ്കിലും NCERT എടുത്ത് കളഞ്ഞാൽ മതി. പക്ഷെ ഞാൻ എന്റെ ബയോളജി NCERT ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ സൈഡിൽ ചെറിയ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് MBBS ആയാലും എന്റെ കയ്യിൽ വെച്ചിരിക്കണം. ബാക്കിയെല്ലാം ഞാൻ കൊടുത്താർക്കും, ഫിസിക്സും കെമിസ്ട്രി ഒക്കെ. പക്ഷെ ബയോളജിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എപ്പോഴും NCERT എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും കളയില്ല. ആർക്കും ആരോട് പറഞ്ഞാലും ഞാൻ കൊടുക്കുക. അത്രയ്ക്ക് ആ സൂക്ഷിച്ച ഒരു നിങ്ങളുടെ ഹോളി ബുക്കാണ് ആ ഒരു ബയോളജിന്റെ NCERT ബുക്ക്. നിങ്ങൾ അത് MBBS ഭയങ്കര ഉപയോഗമാണ്. ഭയങ്കര ഉപയോഗമാണ് MBBS ഫസ്റ്റ് ഇയർ ഫിസിയോളജി പഠിക്കാനൊക്കെ. അനാറ്റമിയൊക്കെ കുറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ MBBS പോകുമ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം MBBS ഫസ്റ്റ് ഇയർ എങ്ങനെ പഠിക്കണം എന്നൊക്കെ. ഇനി നിങ്ങൾ ആദ്യം ഇപ്പൊ ഫോക്കസ് ചെയ്തിട്ട് നീറ്റ് എങ്ങനെ പഠിക്കണം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു. Hello, Sufin. Okay, thank you. Thank you for the response. Okay. ഇനി സ്റ്റുഡൻസിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റഡീസുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇതിന് ഞാൻ സെവിൻ പറഞ്ഞോളൂ. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും സബ്ജക്ട്സ് ഒക്കെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഇപ്പൊ ഫിസിക്സ് ഇപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഫിസിക്സും എല്ലാം നിങ്ങൾ പ്രോബ്ലംസ് ആണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. ഞാൻ തിയറി പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്താണ് തിയറി പഠിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, അയ്യോ ക്വസ്റ്റ്യൻ ചെയ്യണോ, എന്നിട്ട് ഒരു പേജ് എടുത്ത് ബുക്ക് തുറന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ എടുത്ത്. പക്ഷെ നിങ്ങൾ ആ ഒരു ട്രാക്കിൽ വന്നോണ്ടല്ലോ, ക്വസ്റ്റ്യൻ ചെയ്യും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നിങ്ങൾ വായിച്ചു, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പഠിച്ചു തുടങ്ങണം നേരെ. അല്ലെങ്കിൽ തിയറി വായിക്കുമ്പോൾ ഭയങ്കര സ്റ്റാഗ്നന്റ് ആയിപ്പോ, നമ്മളിങ്ങനെ ഉറക്കം തോന്നിയാലേ. ഇപ്പൊ ഏറ്റവും നല്ലത് പറഞ്ഞാൽ ക്ലാസ്സിൽ നല്ല ഇപ്പൊ നിങ്ങളുടെ ലൈവ് ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സോ അങ്ങനെ കേട്ടിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു ഓർമ്മ പറഞ്ഞാൽ നല്ല രസമാണ്. എങ്ങനെ നിങ്ങൾക്ക് ചില ലെക്ചർ എന്നാലും കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് മുമ്പ് കുറച്ചൊന്ന് വായിക്കും, കുറച്ച് വായിച്ചാൽ മതി, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. ഫിസിക്സിലൊക്കെ അത് ഇമ്പോർട്ടന്റ്.
ബയോളജി നിങ്ങൾ ഒരു കാരണവശാലും ടെക്സ്റ്റ് മാത്രം എൻ സി ആർ ടി ഫുൾ ബയോളജി വായിക്കണം. ബാക്കിയൊന്നും എൻ സി ആർ ടി വായിക്കണം എന്ന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഫിസിക്സ് വേസ്റ്റ് ഓഫ് ടൈം ആണ് കൂടുതൽ എൻ സി ആർ ടി വായിച്ചാൽ. ഫിസിക്സിലെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ എൻ സി ആർ ടി വായിക്കണം. ഈ മോഡേൺ ഫിസിക്സ് ഉണ്ടല്ലോ, മറ്റേ അറ്റോമിക് മോഡലുള്ള അതൊക്കെ, മറ്റേ സെമി കണ്ടക്ടേഴ്സ്, അതൊക്കെ പി എൻ ജംഗ്ഷൻ ഒക്കെ ഇപ്പൊ ഉണ്ടാകുന്ന തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ജംഗ്ഷൻ ബൈപോളർ, അതൊക്കെ ബൈപോളർ പി എൻ ജംഗ്ഷൻ എനിക്ക് ഉണ്ടാകുന്ന അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനത്തെ ഒരു ടോപ്പിക്സ് ഉണ്ട്. ഫിസിക്സ് ക്ലാസ് സെക്കൻഡ് ബുക്ക് പാർട്ട് 2 സെക്കൻഡ് ഇയർ ഉണ്ട്, അതിന്റെ സാധനങ്ങളൊക്കെ വെച്ച് ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷെ ബാക്കിയൊന്നും ഫിസിക്സ് ടെക്സ്റ്റ് അത്ര ഉപയോഗമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ്. കെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ്. കെമിസ്ട്രിയിൽ പ്രത്യേകിച്ച് ഈ മറ്റേ കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണ് എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് നീറ്റ് എഴുതാം. വേറെ ഒന്നും അതിന്റെ അപ്പുറമൊന്നും പോകാൻ നോക്കല്ലേ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടാണ്. ടെക്സ്റ്റ് ബുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ ഗൈഡ് കിട്ടും. ഗൈഡ് കിട്ടിയാലും നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു കസിൻ എനിക്ക് പണ്ട് പഠിച്ച ആകാശിന്റെ കുറെ സ്റ്റഡി പാക്കേജ് ഗൈഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ കസിനൊന്നും നേരെ ഉപയോഗിച്ചില്ല. പക്ഷെ എനിക്ക് തന്നപ്പോൾ ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഫ് ഞാൻ അതിൽ നോക്കി പഠിച്ചു. ചിലതൊന്നും എനിക്ക് ഇക്വിലിബ്രിയം കുറെ ഭയങ്കര പാടായിരുന്നു ആദ്യം പഠിക്കാൻ. ഈ ഇവിടെ കെമിക്കൽ ഇക്വിലിബ്രിയം അത് ഭയങ്കര, ഞാൻ എൻ.സി.ആർ.ടി ഒന്ന് 5 മണിക്കൂർ വായിച്ച എൻ.സി.ആർ.ടി, എന്നിട്ടും അടുത്ത ദിവസം ഇപ്പം മറന്നുപോയി. അപ്പം വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ക്വസ്റ്റ്യനും ചെയ്യണം. നമ്മൾ വായിച്ച ആ ദിവസം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. വായിച്ച ആ ദിവസം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ പോകില്ല. നിങ്ങൾ വേറെ ദിവസം മാറ്റി സമയത്തേക്ക് നിങ്ങൾ വായിച്ചോണ്ടേ ആ ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ കെമിസ്ട്രിയിൽ പിന്നെ കെമിസ്ട്രിയിൽ അറിയാലോ, ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി പറഞ്ഞാൽ നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി ഒരു ഭയങ്കര വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അതേസമയം ആക്ച്വലി സെൻസ് ഉണ്ടാക്കും, നോൺ സെൻസ് ഉണ്ടാക്കും, എല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഇല്ലേ അല്ലെ, ടി ബ്ലോക്ക് ഒന്നും ഇല്ല അല്ലെ. അത് ഇല്ലേ, ഞാനും പഠിച്ചില്ല കേട്ടോ ടി ബ്ലോക്കും ടി ബ്ലോക്കും. ഞാൻ ഒരു ഇതിലാണ് വന്ന എക്സാം എഴുതാൻ. ഞാൻ അവസാനമായപ്പം റിവൈസ്, എനിക്കൊന്നും പറ്റിയില്ല. സൾഫറിന്റെ ഓരോ ഇതും ഫോസ്ഫറസിന്റെ ഓരോ കോമ്പൗണ്ട്സ് എനിക്ക് പഠിക്കാൻ വയ്യ. അത്രയ്ക്ക് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ട്. നമ്മൾ ആ ഒരു ദിവസം എക്സാമിന് വരുമ്പോൾ നമുക്ക് എത്ര കാര്യം ഉണ്ടറിയുമ്പോൾ. അപ്പൊ ഞാൻ ആ ഒരാഴ്ച, അവസാനത്തെ ആഴ്ച അതൊന്നും റിവൈസ് ചെയ്തില്ല. ഞാൻ എക്സാമിന് ആകെ ബയോളജി മാത്രമാണ് പഠിച്ചത് 4 ദിവസം. അതിന് മുമ്പ് ഫിസിക്സ് നോക്കി. അങ്ങനെയാണ് ഞാൻ ബയോളജിയിലാണ് നമ്മളെല്ലാം അവസാനം ഇരിക്കുന്നത്. ബിക്കോസ് ആദ്യത്തെ നിങ്ങൾ ചിലവർക്ക് ആദ്യം ബയോളജി ആണെങ്കിൽ ചെയ്യാം. ബയോളജി ഈ 720 മാർക്കിൽ 360 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കണം. എനിക്ക് സുവോളജിക്ക് എനിക്ക് ഫുൾ ആയിരുന്നു. ബോട്ടണി നല്ല രസമായിരുന്നു. നമുക്ക് ഭയങ്കര എന്താ, ചില എൻട്രൻസ് കോച്ചിങ് ഈ ആൻസർ പറഞ്ഞു, ചില എൻട്രൻസ് കോച്ചിങ് ആ ആൻസർ പറഞ്ഞു. അപ്പം ബോട്ടണി നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നീറ്റ് എഴുതിയതിനു ശേഷം ഞാൻ ബ്രില്യന്റിന്റെ ഇത് നോക്കിയത് ലൈവ് ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ എന്തോ, ഞാൻ ആക്ച്വലി ഭയങ്കര ഡെസ്പായി. ബിക്കോസ് ഫിസിക്സിൽ 5 ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റ്. ഭയങ്കരമായിട്ട് ഡെസ്പായി. പിന്നെയാണ് മനസ്സിലായത് അത് അവരുടെ തെറ്റാണ്. അതായത് ഏതോ പൊട്ട ടോപ്പറിന്റെ എടുത്ത പേപ്പറാണ്, അവർക്ക് ആക്ച്വലി മിസ്റ്റേക്ക് പറ്റി. പിന്നെ ഭയങ്കര സമാധാനം. ഫിസിക്സ് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റി. അതൊരു സ്റ്റൂപ്പിഡ് തെറ്റായിരുന്നു. തെറ്റൂല്ലെങ്കിൽ എനിക്ക് 680 കിട്ടി. 680 കിട്ടി. അതിന്റെ ഒരു ഫ്രണ്ട് 680 ഭയങ്കര വ്യത്യാസം. റാങ്ക് 680, എനിക്ക് 163 കേരള റാങ്ക് ആയിരുന്നു. അവന് 140 സംതിങ് എന്തോ ആയി, 150 എന്തോ ആയി തോന്നുന്നു. ഈ ഓൾ ഇന്ത്യയിൽ ഭയങ്കര വ്യത്യാസം. ഓൾ ഇന്ത്യയിൽ അവൻ 1500 സംതിങ് ആണ്, എനിക്ക് 2224 ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കര ആ കോൺസെപ്റ്റ് നമ്മൾ എത്ര പഠിച്ചിരിക്കണം അത്ര ഡിപ്പെൻഡ് ആണ്. പിന്നെ ഇനി കെമിസ്ട്രി എങ്ങനെയാണ്, ഫിസിക്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ ബയോളജി അറിയാലോ, ഞാൻ പറഞ്ഞ ഒരു ഭാഗം പോലും വിടാൻ പറ്റില്ല. ബയോളജി നമ്മൾ എൻ.സി.ആർ.ടി ബൈബിൾ പോലെ വെക്കണം. ബൈബിളോ ഖുറാനോ ഇതേപോലെ നമ്മളിങ്ങനെ ബയോളജി എൻ.സി.ആർ.ടി കയ്യിൽ വെച്ചിരിക്കണം. എന്നാലേ അത് ഫുൾ ഒന്ന് ഗ്രാസ്പ് ചെയ്യണം. നമ്മളിങ്ങനെ നല്ല ഇൻട്രസ്റ്റോടെ പഠിക്കണം ബയോളജി. പിന്നെ ബയോളജിയിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങളിപ്പം ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം ഒക്കെ പഠിക്കുമ്പോഴല്ലോ, ഞാൻ ആക്ച്വലി MBBS കയറിയതിനു ശേഷം എനിക്കൊരു പ്ലാന്റ് കിങ്ഡം ഒരു ക്ലാസ് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കയറി പലയിടത്തും പറഞ്ഞായിരുന്നു എടുക്കും. ഞാൻ പ്ലാന്റ് കിങ്ഡം എടുത്തത്. അപ്പൊ ഞാൻ പിന്നെയും പഠിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ നല്ല രസമായിരുന്നു പ്ലാന്റ് കിങ്ഡം ഒക്കെ. പ്ലാന്റ് കിങ്ഡം അല്ല, ആ പ്ലാന്റ് കിങ്ഡം ഉണ്ടായിരുന്നു. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു മൈക്രോബയോളജിയിൽ വരും എല്ലാ സാധനവും. MBBS വരും ഇത്. നിങ്ങൾ ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടി കൂടെ പഠിച്ചു പോയി, നീറ്റിന് വേണ്ടി മാത്രം പഠിച്ചു വയ്ക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പം ചോദിക്കുമായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ ഓപ്പൺലി ചോദിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. നമ്മളും ഈ ഒരു ഫീസ് കഴിഞ്ഞ് വന്നതല്ലേ, ഓപ്പൺലി ചോദിച്ചോ. റിവിഷൻ എത്ര മന്ത്സ് വേണമല്ലേ? റിവിഷന് എനിക്ക് ഇച്ചിരി എന്റെ ഒരു സമയത്ത് ഇച്ചിരി ഇപ്പൊ പ്രശ്നം ഉണ്ടായിരുന്നു. ആ നീറ്റിന്റെ ഒരു സമയം May 5th ആ ഒരു സമയം ആക്കണം. ആ ഒരു വർഷം കറക്റ്റ് ആ ഒരു വർഷമായിരുന്നു. അപ്പൊ എനിക്ക് കുറെ സമയം ഇല്ലായിരുന്നു ആക്ച്വലി. ഒരു 12 മന്ത്സ് എനിക്ക് കിട്ടിയില്ലായിരുന്നു പഠിക്കാൻ. പക്ഷെ എനിക്കൊരു 10 മന്ത്സോ 9 മന്ത്സോ എന്നാണ് കിട്ടിയത്. പക്ഷെ ആ സമയത്ത് ഞാൻ റിവിഷൻ ആക്ച്വലി 2 മന്ത്സ് എങ്കിലും വേണം കേട്ടോ. റിവിഷന് 2 മന്ത്സ് വേണം. പിന്നെ ഈ 2 മന്ത്സ് മുമ്പല്ല നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. 2 മന്ത്സ് മുമ്പ് റിവിഷൻ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ നിങ്ങൾ ഭയങ്കര ഇപ്പോഴേ പോയാലേ നമുക്ക് 2 മന്ത്സ് മുമ്പ് തീർക്കാൻ പറ്റുള്ളൂ. 2 മന്ത്സ് മുമ്പ് ഇപ്പം നവംബർ അല്ലേ? ഇനി നവംബർ ഉണ്ട്, നവംബർ 3rd, നവംബർ, ഡിസംബർ,
ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 മാസം നിങ്ങൾക്കുണ്ട് ഇനി. 4 മാസത്തിൽ പോർഷൻസ് തീർക്കുകയാണെങ്കിൽ പോർഷൻസ് തീർത്താൽ നല്ലതായിരിക്കും. മേനൽ എക്സാം. അപ്പൊ 4 മാസത്തിൽ പോർഷൻ തീർത്തിട്ട് നിങ്ങൾ നിങ്ങൾ 4 മാസത്തിൽ പോർഷൻ തീർത്തിട്ട് 2 മാസം റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിന് ഫസ്റ്റ് ഫിസിക്സിൽ തുടങ്ങുക റിവിഷൻ. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അതിൽ ഇഷ്ടമുള്ള തുടങ്ങുക. എന്നിട്ട് അവസാനത്തെ റിവിഷൻ മാത്രം ബയോളജി. ഇപ്പോൾ ബയോളജിയിലാണ് കുറെ ഡീറ്റെയിൽസ് ഉള്ളത്. കുറേ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് അറിയാമല്ലോ. ആ ഒരു നമ്മുടെ 10 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എൻട്രൻസിന്. 4 കെമിസ്ട്രി, 4 ഫിസിക്സ്, 2 ബയോളജി ടെക്സ്റ്റ്. +1 +2 2 വെച്ച് ബയോളജി. ഈ 10 ടെക്സ്റ്റ് ബുക്കില് ഈ 2 ടെക്സ്റ്റ് ബുക്സിന് മാത്രം 360 മാർക്കാണ്. അപ്പൊ ആലോചിച്ചു, ആ ഒരു ടെക്സ്റ്റ് ബുക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബയോളജിന്റെ 2 ടെക്സ്റ്റ് ബുക്ക് ഞാൻ അങ്ങനെയൊക്കെ അവസാനം ആലോചിച്ചിങ്ങനെ. ബാക്കി 8 ടെക്സ്റ്റ് ബുക്ക് ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോ ഈ 2 ടെക്സ്റ്റ് ബുക്ക് ഈ ഒരാഴ്ച. അപ്പൊ അങ്ങനെ റിവിഷൻ എന്തായാലും 2 months വെച്ചേക്കണേ. ബിക്കോസ് ബയോളജി റിവിഷൻ ഒരു 2 weeks വെക്കാനാണ് നല്ലത്. 1 week ഞാൻ ബയോളജി മാത്രം പഠിച്ചു. മറ്റേ ബാക്കി സെക്കൻഡ് ലാസ്റ്റ് വീക്ക് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും തീർക്കാൻ പറ്റാതെയൊക്കെ മിക്സ് ചെയ്ത് പഠിച്ചു. ഞാൻ ഇങ്ങനെ ബയോളജി തുടങ്ങിയപ്പോൾ അതേസമയം വൈകുന്നേരം ഫിസിക്സും കെമിസ്ട്രിയും ചെയ്ത്. പക്ഷേ ആക്ച്വലി ഞാൻ ഈ അവസാനത്തെ ദിവസങ്ങളുണ്ടല്ലോ റിവിഷൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാം പഠിക്കണം എന്നല്ല. റിവിഷൻ പറഞ്ഞാൽ നിങ്ങൾ മോഡൽ എക്സാംസ് എഴുതണം. മോഡൽ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റും. വേറൊരു കാര്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കണം. നമ്മളിപ്പോ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആൻസർ കീ കിട്ടുമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ആൻസർ കീ ചെക്ക് ചെയ്ത് നമ്മൾ മാർക്ക് അപ്പം തന്നെ മനസ്സിലാക്കണം. ആരെയും കമ്പയർ അല്ലേ. എന്റെ കോച്ചിങ് എനിക്ക് എന്നെ ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. എന്നെക്കാട്ടി മാർക്ക് ഉണ്ടാവാനാ. ലൈക്ക് എന്റെ ഒരു കൂട്ടുകാരൻ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രാമേശ്വരത്തേക്ക്. അവനാണെങ്കിൽ ഭയങ്കര ചൊറിയുമായിരുന്നു. സഫിനെ നിനക്ക് എത്ര കിട്ടി. ലൈക്ക് അവൻ എന്നോട് കോമ്പറ്റീഷൻ. അവൻ കാരണമാണ് ഞാൻ നല്ല പഠിക്കും. ബിക്കോസ് എനിക്ക് ആ ഒരു ചൊറിയുമ്പോൾ ഉണ്ടാവണ ഇവൻ അടുത്ത വർഷം ഞാൻ സമ്മതിക്കും. ഇവൻ ഫസ്റ്റ് എക്സാമിന് എനിക്ക് അവനെക്കാട്ടി മാർക്കുണ്ട്. സെക്കൻഡ് എക്സാം അവൻ എന്നെക്കാട്ടി മാർക്കുണ്ട്. അപ്പൊ അവന് ഭയങ്കര കോൺഫിഡൻസ് ആയി. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഇതായി. ബിക്കോസ് ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്നെ ചൊറിഞ്ഞു കളഞ്ഞ്. അപ്പൊ ഞാൻ ബാക്കി എല്ലാ എക്സാമും അവനെ പൊട്ടിച്ച്, ഒന്നുമില്ല അവനെ വിട്ടില്ല. അപ്പൊ ഞാൻ അവനെ പൊട്ടിച്ച് അങ്ങനെ. അപ്പൊ അത് ആക്ച്വലി ഞാൻ വിചാരിച്ച് ഭയങ്കര നെഗറ്റീവ് ആണ്. പിന്നെയാണ് എന്റെ അച്ഛൻ ഇങ്ങനെ പറയും, ചിലപ്പം ഇങ്ങനത്തെ ആൾക്കാർ ലൈഫിൽ ഉണ്ടാവും, നമ്മൾ അത് ആക്ച്വലി ഇഗ്നോർ ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനത്തെ ഉണ്ട്. അപ്പം ഞാൻ ഇഗ്നോർ ചെയ്ത് കളയുകയും ചെയ്ത്, ഞാൻ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഭയങ്കരമായിട്ട് ഭയങ്കര പ്രചോദനമാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ നെമിസിസ് ഒക്കെ ഉണ്ടാവണം. നല്ലതാണ്. ഇവനെക്കാട്ടി മാർക്ക് ഇച്ചിരി കോമ്പറ്റീഷൻ വെക്കണം. കോമ്പറ്റീഷൻ ടോക്സിക് ആവല്ലേ. ടോക്സിക് ആയ മോശമാണ്, ഭയങ്കര മോശമാണ്. അവന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവൻ കോമ്പറ്റീഷൻ ടോക്സിക് ആക്കാൻ നോക്കി. പക്ഷെ ഞാൻ ആക്കിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ എന്നാലും എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കാശിനാഥ് എന്നൊരു ഫ്രണ്ട് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ തെറി പറയും. എനിക്ക് ദേഷ്യം പറഞ്ഞു ഇങ്ങനെ ഞാൻ അടുത്ത ദിവസം അടിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എൻട്രൻസ് കോച്ചിങ് ആകുമ്പോൾ ഞാൻ ഭയങ്കര ഡീസെന്റ് ആയിട്ട് പഠിച്ചത്. അപ്പം കുറെ. പക്ഷെ എന്നാലും ഇടയ്ക്ക് ചോറ്. പക്ഷെ അവന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു, ഫ്രണ്ട് ബെഞ്ചിലുണ്ട്. അപ്പൊ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ എന്റെ നല്ലൊരു ഫ്രണ്ടാണ് അവള്. അപ്പൊ അവൻ എന്നെ ഭയങ്കരമായിട്ട് ചൊറിയുമ്പോൾ ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ നോക്കും, ഇവന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പൊ അവള് നല്ല ഡോസ് എടുത്ത് വരുത്തും. അതൊക്കെ കുഞ്ഞു നമ്മുടെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ കുഞ്ഞു കഥകളല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞ അവസാനത്തെ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. റിവിഷൻ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡീമോട്ടിവേറ്റഡ് ആയ ടൈമിൽ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ് അത്. ഭയങ്കര എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അത് പറഞ്ഞ നല്ലതായി. ഡീമോട്ടിവേറ്റ് ആയപ്പോ ഞാൻ മോട്ടിവേറ്റ് ചെയ്തത്, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കൂല. ഒറ്റയ്ക്ക് ആ സമയത്ത് നമ്മൾ നിന്നൂടാ. നമ്മൾ ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഒന്നെങ്കിൽ നമ്മുടെ മെന്റേഴ്സിന്റെ, നമ്മുടെ ടീച്ചേഴ്സിന്റെ, സാർമാരുടെ, മാഡത്തിന്മാരുടെ ഒന്ന് ചോദിക്കണം. നമുക്ക് മാം ഇങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് പോകണം. ചുമ്മാ ഏതെങ്കിലും മാം ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡിമോട്ടിവേറ്റ്. അവർ നമ്മുടെ ലൈഫിനെ കുറിച്ച് അത്ര നമ്മൾ നോക്കണം. അവർക്ക് നമ്മൾ കേൾക്കാൻ താല്പര്യമുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ നമ്മൾ എന്റെ ലൈഫ് ഹിസ്റ്ററി മൊത്തം അവർക്ക് അറിയാം. കുറച്ചേരം അവർക്ക് 2-3 പേർക്കൊക്കെ. അതും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. ഇങ്ങനെ എടാ എനിക്ക് വയ്യടാ ഞാൻ പഠിക്കുന്നില്ല. അപ്പൊ മറ്റു കൂട്ടുകാരൻ പറയാം ശരിയാടാ നമുക്ക് പഠിക്കണ്ട, നമുക്ക് വിട്ടുകളയാം. അങ്ങനത്തെ കൂട്ടുകെട്ട് നല്ലതല്ല. അത് നമ്മൾ അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടമുള്ള ആൾ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ അങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയല്ലടാ, നമ്മൾ ഈ വർഷം ഒന്ന് പഠിച്ചാൽ മതിയല്ലോ. ഹോസ്റ്റലിൽ പോയി നമുക്ക് കുഴപ്പം, അല്ലെ കോളേജിൽ പോയി നമുക്ക് കുഴപ്പം. അങ്ങനെ വളരെ കുഴപ്പമൊന്നുമില്ല. കോളേജിൽ പോയി മനസ്സിലാവും. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ ചിലപ്പം പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കണതും അത്ര നല്ലതല്ലായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിന്. ബിക്കോസ് എന്റെ കുറച്ച് ഫ്രണ്ട്സ്, എന്റെ പാരന്റ്സിനെ സംബന്ധിച്ചൊക്കെ കുഴപ്പമില്ല. പക്ഷെ പാരന്റ്സിനെക്കാട്ടി കൂടുതൽ ഫ്രണ്ട്സും ടീച്ചേഴ്സിനാണ് റിലേ ചെയ്യുന്നത്. പാരന്റ്സ് ഉണ്ട്, പാരന്റ്സ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന അവസാനത്തെ വർഷം. പക്ഷെ കുറച്ച് നമ്മുടെ ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പാരന്റ്സിനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം പറയാൻ പറ്റുമെങ്കിൽ പറയാൻ അത്രയും നല്ലതായിരിക്കും. നല്ല സപ്പോർട്ട്.
പിന്നെ ഞാൻ പിന്നെ ചില സമയം പറയില്ല, ബിക്കോസ് പറഞ്ഞ എങ്ങാനും മാർക്ക് കുറഞ്ഞ അവരായിരിക്കും ഞാൻ ആ സമയത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ മെന്റേഴ്സിനടുത്തും സംസാരിക്കണം. ആക്ച്വലി ഭയങ്കര പാടാണ് ഓപ്പൺ ഔട്ട് ചെയ്യാൻ. നമ്മുടെ ഒരു വിഷമമൊക്കെ ഓപ്പൺ ഔട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്, ഭയങ്കര പാടാണ് അത്. പക്ഷെ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ച് നമുക്ക് അറിയാം, നമുക്ക് ഒരു വർഷം കൂടെ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഡിപ്രഷൻ വന്നാൽ അപ്പം തന്നെ കളയണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. മോട്ടിവേഷൻ നല്ലൊരു സാധനമാണ് മോട്ടിവേഷൻ. പക്ഷെ അതേസമയം മോട്ടിവേഷൻ ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്. ഉറങ്ങി നാളെ എണീക്കുമ്പോൾ മോട്ടിവേഷൻ പോകും. ബിക്കോസ് പക്ഷെ നിങ്ങൾ അതോട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്റെ MBBS നടക്കുമ്പോൾ കോളേജിൽ എന്തൊക്കെ നടക്കും അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചോണ്ടിരിക്കും. എന്റെ അടുത്തും ആരും ഇങ്ങനെ കോളേജിൽ നിതിൻ നിങ്ങളുടെ കഴിഞ്ഞ ടോക്കിന് വന്നില്ലേ, അവനിങ്ങനെ എയിംസ് ഡൽഹിയിൽ ഇരുന്നപ്പോ പഠിക്കാൻ നേരത്ത് ഹോസ്റ്റലിൽ ഇരിക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ അവരെ വിളിക്കും, എടാ എടാ എങ്ങനെ ഉണ്ടോ, പഠിക്കുന്നുണ്ടോ? അപ്പൊ അവനും ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് നമ്മളെ ഭയങ്കര പാടാ പഠിക്കാൻ, ഇങ്ങനെ പാടാ. അവൻ പറഞ്ഞു, എടാ നിങ്ങള് നീറ്റ് എന്ത് എളുപ്പമായിരുന്നോ, MBBS എന്ത് മൈറ്റോകോൺട്രിയയിലത്തുള്ള എല്ലാ എൻസൈംസും എല്ലാ റിയാക്ഷൻസും പഠിക്കണം. ഇത് എന്തോന്ന് ഈ ക്രെബ് സൈക്കിൾ ഒന്നും അല്ല, മീസ്റ്റർ സൈക്കിൾ, യൂറിയ സൈക്കിൾ, പല സൈക്കിളും ഇതിനകത്തുണ്ട്. നിങ്ങളൊക്കെ തല അറിയാം. പക്ഷെ അവൻ ഇങ്ങനെ പറയുമ്പോൾ നല്ല രസമുണ്ട്. അവൻ ഇങ്ങനെ അനാറ്റമി ഉണ്ട്, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മള് എടുത്തത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പോലെ അല്ല. അവിടെ പോകുമ്പോൾ അത് ആ സബ്ജക്ട് അനാറ്റമി, നിങ്ങൾ തന്നെ അനാറ്റമി, പെത്തോളജി കേട്ടപ്പോൾ നല്ല രസമായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ആയിരുന്നു. അപ്പൊ നമ്മള് ആ ഒരു വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ അതൊരു നല്ല, ഞാൻ വിട്ടു കേട്ടോ പറയാം. ഇനോർഗാനിക് മാത്രം പറഞ്ഞിട്ട് ഞാൻ മറന്നേ. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ എഴുതിയത് പറഞ്ഞ ഒരു പേപ്പർ എടുക്കും. ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ചാപ്റ്ററിന് ഒരു പേപ്പർ എടുക്കും. ഇപ്പൊ ഹാലോൽക്കൻസ് ഹാലോറിൻസിന്റെ ഒരു പേപ്പർ എടുത്ത്, ആൽക്കഹോൾസ് ആൻഡ് ഈത്തേഴ്സ്, ആൽക്കഹോൾ ഈത്തർ ആൻഡ് മറന്നു, ആ ഒരു ചാപ്റ്ററിന് ഒരു പേപ്പർ എടുക്കും. പിന്നെ വേറെ കാർബോക്സിലിക് ആസിഡ്സിന് ഒരു പേപ്പർ എടുക്കും. ഐ മീൻ ഓർഗാനിക് കമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രോജൻ, അതിനൊരു പേപ്പർ എടുത്ത് അതിന്റെ എല്ലാ റിയാക്ഷനും അതിനകത്ത് റിയാക്ഷൻ മാത്രം. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോണ്ടല്ലോ, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യം മാത്രമേ ഇമ്പോർട്ടന്റ്, ബാക്കിയുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. എന്നിട്ട് ആ ഒരു നമുക്കിപ്പോ ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കണം, അപ്പൊ ഡൗട്ട് ആണെങ്കിൽ പെട്ടെന്ന് ആ പേപ്പർ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും നോക്കല്ലേ, അത് നോക്കിയിട്ട് നമ്മൾ അടുത്ത നമ്മൾ എന്തെങ്കിലും മറക്കൂല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളത് വിട്ടുപോയാൽ നമ്മളത് അടുത്ത തവണ നമ്മൾ ഓർമ്മിക്കും. നമ്മൾ തെറ്റണ നല്ലതാണ്, തെറ്റുമ്പോൾ നമ്മളിങ്ങനെ ഫെയിൽ ആവണതൊക്കെ നല്ലതാണ്. എക്സാമിനൊക്കെ മാർക്ക് പറയുമ്പോൾ നല്ലതാണ് അടുത്ത വർഷം. പക്ഷെ അത് പ്രചോദനമാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ഡിപ്രഷനായി തീരെ ലോ ആയി പോയില്ലേ, നിങ്ങൾ ആ സമയത്താണ് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കേണ്ട ഫ്രണ്ട്സിന്റെ. പിന്നെ ഞാനും ഭയങ്കര പാടാണെങ്കിൽ ഞങ്ങൾ തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഡിപ്രഷനൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ട്. എനിക്ക് MBBS ഒരു ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. അപ്പൊ അവർക്ക് മോസ്റ്റ്ലി ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഒരു റിലേഷൻസ് ഒന്നും ശരിയാവുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവള് ആക്ച്വലി ഭയങ്കര ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആസ് ക്ലിനിക്കലി ഡിപ്രസ്ഡ്. പിന്നെ ആന്റി ഡിപ്രസൻസ് കഴിക്കുന്നുണ്ട്. സർട്ടൻ റീഅപ്ടേക്കിന്റെ ആ ഒരു ഡിപ്പെൻഡ് ചെയ്ത ഡ്രഗ്സ് ഒക്കെയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഇതുണ്ട്. വേറെ എന്തെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി അപ്പൊ അങ്ങനെയാണ് പഠിക്കുന്നത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങൾ ആ ഒരു ബെൻസീൻ വരച്ചു ബെൻസീനൊക്കെ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രോഫിലിക് അഡീഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടാം. പിന്നെ നിങ്ങൾ 6 മന്ത്സ് നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. 6 മന്ത്സ് ആയാലും 1 ഇയർ ആയാലും അതൊക്കെ 6 മന്ത്സ് ഒക്കെ അത്യാവശ്യം നല്ല ടൈമാണ്. ഇപ്പൊ 2 മന്ത്സിലൊക്കെ ഇമ്പ്രൂവ് ആണെന്ന് നോക്കി എനിക്ക് പറയാൻ പറ്റില്ല. 2 മന്ത്സിലൊക്കെ ഇമ്പ്രൂവ് ആണ്. 2 മന്ത്സ് ഒക്കെ റിവൈസ് ചെയ്യാനുള്ള സമയത്ത്. 6 മന്ത്സ് ഒക്കെ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ ആഞ്ഞു പിടിച്ച് നിങ്ങൾ റൂട്ടീൻ ഉണ്ടാക്കിയ സെറ്റാണ്. നിങ്ങൾ റൂട്ടീൻ ഉണ്ടാക്കണം, എന്നാൽ സെറ്റാണ്. ഒരു ദിവസം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, റൂട്ടീൻ ഉണ്ടാക്കി പഠിച്ചാൽ. ഇപ്പോൾ വാശി വേണം. 1 ഇയർ 6 മന്ത്സേ ഉള്ളൂ. ഇനി നല്ല സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം കോളേജ് കിട്ടാൻ. വേറെ എന്തെങ്കിലും? ഓക്കെ സെഫിൻ, ഐ തിങ്ക് യു ആൻസേർഡ് കൂടുതലും സംഭവങ്ങൾ ആൻസർ ചെയ്തു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ വിത്ത് us. ഓക്കെ, ഒരുപാട് സംഭവം വളരെ ഫണ്ണി ഓക്കെ, ശരി, ഇന്ററാക്റ്റീവ് ആയിട്ട് താങ്ക് യു. സംഭവങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഫൈനലായിട്ട് ഒരു സ്റ്റുഡന്റ് ചോദിച്ചില്ലേ 6 മന്ത്സ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി 6 മന്ത്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 6 മന്ത് ഈസ് ഇനഫ് ഫോർ ക്രാക്ക് നീറ്റ് എക്സാം. പക്ഷേ അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നവംബർ മുതൽ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങണം. പക്ഷെ ഇനിയും വെയിറ്റ് ചെയ്യരുത്. നമ്മള് കറക്റ്റ് ടൈമിങ്ങിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ആക്ഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് യുവർ ഡ്രീം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും, ഈ പ്രോസസ്സിലൂടെ പോയിട്ടുള്ള എല്ലാവരും ചലഞ്ചിലൂടെ പോയ ആളുകൾ തന്നെയാണ്. ആസ് എ ഫാക്കൾട്ടി ഞാൻ പറയാൻ പറ്റും, ആസ് എ സ്റ്റുഡന്റ് സെഫിൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പോകുന്ന പ്രോസസ്സ് കറക്റ്റ് ആണെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെ ഇറ്റ്സ് എ നോർമൽ. ബട്ട് ഈ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. ഓക്കെ, എവിടെയാണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആക്ച്വലി.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഒരുപാട് ടേക്ക് അവേ കിട്ടിയിട്ടുണ്ടാവും. ലൈക്ക് ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്ത ആളാണ് ഇവിടെ നിൽക്കുന്നത്. സോ ഐ തിങ്ക് യു മേ ഗെറ്റ് ഗുഡ് കോണ്ടെക്സ്റ്റ് ഓൾസോ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എഗെയിൻ ഞാൻ ഓർപ്പിക്കുന്നു, യു ഹാവ് 6 months. ഓക്കെ, ഇനി നമ്മൾ ടൈം കളയരുത്. എവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്, അതിന് വേണ്ടി ആക്ഷൻ എടുക്കണം. ഒപ്പം നമ്മൾ ആക്ച്വലി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇംപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യില്ല, ട്രയൽ ആൻഡ് എറർ നടത്താനുള്ള ടൈം ഇല്ല. ആക്ച്വലി നമുക്ക് ഈ തവണ നീറ്റ് കിട്ടണമെങ്കിൽ വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദ ട്രയൽ ആൻഡ് എറർ എന്നുള്ളതാണ്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഒപ്പം ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ സഫിന് നന്നായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നമ്മളൊരു ഫ്ലോ പോലെ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ നമുക്ക് ടൈം പോണേ അറിയുന്നില്ല ആക്ച്വലി. ഞാൻ ഈ ടൈമിന്റെ കൺസ്ട്രെയിന്റ് മാത്രമാണ് ആക്ച്വലി ഞാൻ നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇനീഷ്യലി മെഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നിങ്ങൾ ഫീഡ്ബാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. സോ മറ്റുള്ള സ്റ്റുഡൻസിനും ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാനും, സോ ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദം ഓൾസോ. ആസ് വെൽ ആസ് എന്തെങ്കിലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്ററായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയാന്നുള്ളതാണ്. സോ നമ്മൾ ഓപ്പൺ ആകും മെസ്സേജ്. സോ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അഗെയിൻ. സഫിൻ ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.